അധികം സന്തോഷം തോന്നുന്നുണ്ട്. ഉറവിന്റെ 93ാമത്തെ വെബിനാറിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ സെക്രട്ടറി സാറായ സൈദു സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഉറവിന്റെ ഈ വെബിനാർ 93ാം വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഹൃദ്യമായ ആശംസ എല്ലാവർക്കും ആദ്യമായി തന്നെ നൽകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ റവറൻഡ് ഫാദർ ബേണി അച്ഛനാണ്, ബേണി വർഗീസ് അച്ഛനാണ്. അച്ഛനെ നമ്മുടെ പോൾ പടയാട്ടി സാർ പരിചയപ്പെടുത്തുമെങ്കിലും അച്ഛന് സാൻ പ്രിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്തിന്റെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛൻ വളരെയധികം നാളുകളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛന്റെ ക്ലാസ് കേട്ടവരാണ് നമ്മുടെ അധികം പേരും. എനിക്കും അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഹാൻഡിലിംഗ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇൻ തെറാപ്യൂട്ടിക് വേ എന്നൊരു വിഷയമായിട്ടാണ് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് ശ്രമിക്കാം. ആദ്യമായിട്ട് സലീന മാം, നമ്മുടെ എറണാകുളം KCTTUവിന്റെ പ്രസിഡന്റ് ആണ്. മാമിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മൾ എല്ലാവരും പ്രിയങ്കരനായ ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറ് ഇന്ന് അധ്യക്ഷപദം അലങ്കരിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി തന്നെ അദ്ദേഹത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഒന്നും കൂടി നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന വേണി അച്ഛന് എല്ലാവരുടെയും പേരിൽ ഒന്നും കൂടി ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ പോൾ പടയാട്ടി സാർ നമ്മുടെ ട്രഷററാണ്. അദ്ദേഹത്തിനും എല്ലാവർക്കുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. സമയത്തിന്റെ കുറവ് മൂലമാണ് ഞാൻ എല്ലാവരുടെയും പേര് എടുത്തു പറയാത്തത്. എനിക്ക് എല്ലാവരുടെയും പേര് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ഫാദർ മാത്യു അച്ഛൻ ഇവിടെ ഉണ്ട്, ഇറ്റലി അച്ഛൻ ഇവിടെ നാട്ടിലുണ്ട്. അച്ഛൻ നാട്ടിലുണ്ട്. അച്ഛനെയും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് പേര് ജോയിൻ ചെയ്യാനുണ്ട്. എന്നാലും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓവർ ടു ജയശ്രീ മാം. താങ്ക് യു സാർ. ഇനി അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. പ്രസിഡൻഷ്യൽ അഡ്രസ് പറയുന്നതിന് നമ്മുടെ മുൻ പ്രസിഡന്റും സജീവ ഉറവിന്റെ ചുക്കാൻ പിടിക്കുന്നതായ നമ്മുടെ ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. താങ്ക് യു. കുറച്ചുകാലമായി അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് KCTന്റെ. ഞാൻ മാറി. സലീന മാഡമാണ് ഇന്ന് തൽക്കാലം സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലാണ്, ബസ്സിലൊക്കെയാണ്. അതുകൊണ്ടിട്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഇത് 93ാമത്തേതാണ്. മുടങ്ങാതെ പോകുന്ന ഒരു വെബിനാർ സീരീസ് ഉണ്ടെങ്കിൽ അത് KCTUവിൻ്റെതാണ്, കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് യൂണിയൻ എറണാകുളം ജില്ല. എറണാകുളം ജില്ല വെബിനാർ സീരീസ് നടത്തുമ്പോൾ അത് വിജയിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെയിലച്ചനെ പോലുള്ള ഒട്ടേറെ പ്രഗത്ഭര് ട്രെയിനിങ് രംഗത്തും കൗൺസിൽ രംഗത്തും മറ്റു പല മേഖലകളിലും ഉള്ള ആൾക്കാർ സൗജന്യമായിട്ട് 1 മണിക്കൂർ അവരുടെ നോളജും സ്കില്ലും ഒക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിലനിന്ന് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാം ഒരു നോമിനൽ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു വോക്ക് വിത്ത് മാസ്റ്റേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 5 ദിവസത്തെ പ്രോഗ്രാം ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, മൺഡേ ടു ഫ്രൈഡേ. നല്ല പ്രോഗ്രാമാണ്. അതിൻ്റെ റെക്കോർഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ആഴ്ച 7-ാം തീയതി റിന്യൂവൽ സെന്റർ വെച്ച് വളരെ നോമിനൽ ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഓഫ്ലൈനായിട്ട് ഗെയിംസും അതുപോലെ സൈക്കോളജിയിലെ CBT ക്ലാസ്സും നടത്തിയിരുന്നു. ആ ഫുഡിന്റെ എക്സ്പെൻസ് മാത്രം, മറ്റെല്ലാ എക്സ്പെൻസും ഫണ്ടിൽ നിന്ന് അവിടെ തന്നെ എറണാകുളം ജില്ലയുടെ ഫണ്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടാണ് അത് നടത്തിയത്. ഇതൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും KCTU മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ തന്നെയും അതിന്റെ ബെനിഫിറ്റ് പലപ്പോഴും കിട്ടുന്നത് മറ്റുള്ളവർക്കാണ്. നമ്മുടെ മെമ്പേഴ്സ് അത്രയ്ക്കുള്ള മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുപോലത്തെ ഒരു ക്ലാസ്സിൽ പോലും നമ്മുടെ മെമ്പർമാരുടെ എണ്ണം നോക്കിയാൽ അത് കുറവാണെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛൻ നമുക്ക് സുപരിചിതനാണ്. ഈ ഉറവ് വെബിനാർ സീരീസിലും വന്നിട്ടുണ്ട്, വാക്ക് വിത്ത് മാസ്റ്റേഴ്സും അച്ഛൻ വന്നിട്ടുണ്ട്. ഇന്ന് വീണ്ടും അച്ഛൻ ഉറവിൽ വരികയാണ്. ഇനി വീണ്ടും വാക്ക് വിത്ത് മാസ്റ്റേഴ്സും അച്ഛൻ വരും. അത്രയും നമ്മളുടെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലായിട്ട് അച്ഛൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അച്ഛന് ഒട്ടേറെ ഈ രംഗത്തൊരു മാസ്റ്റർ ആണെങ്കിൽ പോലും വളരെ സിംപ്ലിസിറ്റിയുടെ ഒരു പര്യായമാണ് അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ കാത്തലിക് സൈക്കോളജിസ്റ്റുകളുടെ കോൺഫറൻസിന്റെ നാഷണൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതുകൂടാതെ അമേരിക്കയിൽ 7 കൊല്ലം പഠിച്ച് നല്ല പ്രൊഫസർമാരോട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനൊക്കെ അവസരം ലഭിച്ചു. വളരെ തിരക്കുള്ള
ഒരു കൗൺസിലറാണ്, നോട്ടീസിലൊക്കെ ഉള്ള അച്ഛനാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അത് ഇന്നത്തെ ആ ക്ലാസിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇപ്പൊ തന്നെ 45 പേരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ റെക്കോർഡ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്, അങ്ങനെ കുറെ പേര് അത് കാണുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിനെ അച്ഛനെ പോയി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നമ്മൾ ഈ ഫ്ലക്സിനോടൊപ്പം തന്നെ അയച്ചിട്ടുണ്ട്. പിന്നെ പോൾ പടയായിട്ട് സാറ് നന്നായിട്ട് അച്ഛനെ അവതരിപ്പിക്കുകയും ചെയ്യും. പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള അച്ഛനും അതുപോലെ സലിന മേഡത്തിനും എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓവർ ടു MC ജയശ്രീമാൻ. താങ്ക് യു സാർ. ഹാൻഡ്ലിംഗ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ എന്ന ഇന്നത്തെ വെബിനാർ അവതരിപ്പിക്കുന്ന റെവറൻ ഡോക്ടർ ബെന്നി വർഗീസ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഞാൻ പോൾ പടയാട്ടി സാറിനെ ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ് ആൾ. കാപ്പിപ്പൊടി കുപ്പായമണിച്ച കപ്പൂച്ചിൻ അച്ഛന്മാർ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും കാണുന്ന കപ്പൂച്ചിൻ പടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കാലത്ത് ഒരു മുന്തിരിങ്ങ കൂടയുടെ അകത്ത് കയറി നിന്ന് മുന്തിരിങ്ങ ചവിട്ടി വൈനുണ്ടാക്കുന്ന കപ്പൂച്ചിനച്ഛൻ്റെ തമാശ രൂപത്തിലുള്ള കാർട്ടൂൺ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. POCയിൽ സൈക്കോളജി ബേസിക് കോഴ്സ് ചെയ്യുമ്പോഴാണ് ബേണി അച്ഛനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. മാസ്മരികത നിറഞ്ഞ അച്ഛൻ്റെ പ്രാഗൽഭ്യത്തെ മനസ്സിൽ കുടിയിരുത്തി മനഃശാസ്ത്രത്തിൽ ഇന്ന് എണ്ണപ്പെട്ട എല്ലാ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷനും കരവിരുതോടെ അവസരോചിതമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്ന ആണ് അച്ഛൻ്റെ ക്ലാസ്സുകൾ. വളരെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങൾ ക്ലാസ്സിലെ അവിചാരിതമായ ചുറ്റുപാടുകളിൽ പോലും കൈകാര്യം ചെയ്ത് കാണിച്ച് ഇന്നും സാൻപിയോ സൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറായ ബേണി അച്ഛനെ ഒരു ഹീറോ പരിവേഷത്തിൽ തന്നെ എല്ലാവരും മനസ്സിൽ കൊണ്ടുനടക്കുന്നു എന്നുള്ളത് ഒരു അതിശയോക്തിയല്ല. വളരെ കൂർമ്മതയോടെ കാര്യങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുന്ന അച്ഛൻ സേവിയർ യൂണിവേഴ്സിറ്റി ഓഫ് ഒഹായോ USA-യിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. ബെൻസിഗർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ആണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന അച്ഛന് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷന് തെറാപ്യൂട്ടിക് രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുവാൻ ഏറ്റവും പ്രാപ്തനായ വ്യക്തി തന്നെയാണ്. ശ്രദ്ധാപൂർവം അതിൻ്റെ ഫലമെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറായിരിക്കുക. സ്നേഹപൂർവ്വം റെവറൻ ഫാദർ ഡോക്ടർ ബോണി വർഗീസ് കപ്പൂച്ചിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. MC. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓഡിബിൾ ആണോ? ഓക്കെ. സോ അപ്പോൾ 2 സബ്ജക്റ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ബട്ട് എനിക്കൊരു ഈ ഒരു സംഘടനയിൽ വീണ്ടും ക്ലാസ്സിന് വരാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. 2-3 സെഷൻസ് ഞാൻ ഓൾറെഡി എടുത്തതാണ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സും അതോടൊപ്പം തന്നെ എല്ലാവരും പേപ്പറും പേനയും ഒന്ന് എടുത്തേക്കുക. ഓക്കെ. സോ ഞാൻ കൂടുതലും ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരുപാട് നമ്മളെല്ലാവരും തന്നെ ഈ ഒരു മേഖലയിൽ പ്രാക്ടിക്കൽ ഉള്ള ആൾക്കാരാണ്. അത് കാരണം നമുക്ക് കൂടുതലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. തിയറി ഐ തിങ്ക് നമ്മളെല്ലാവരും തന്നെ ഒരുമാതിരി ലേൺ ചെയ്തതാണ്. ഞാൻ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഇൻറ്റൻഷനാണ്. അപ്പോൾ ഇന്ന് സപ്പോസ് ഇഫ് ഐ ആർ നോട്ട് ഏബിൾ ടു മാനേജ് വിത്ത് വാട്ട് യു കോൾ ദ ഡിപ്രഷൻ, ഞാൻ വേറൊരു തവണ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാമെന്ന് ഞാൻ തുടക്കത്തെ പറയുന്നു. ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ബി ഫെയ്ത്ത്ഫുൾ ടു അറ്റ്ലീസ്റ്റ്. ഇതൊരു ലോങ് സബ്ജക്റ്റ് ആയതുകൊണ്ട്, വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ആങ്സൈറ്റി. സോ അപ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ ഒരു 10 minutes maybe we can have an interaction section. But right now let us go directly. അപ്പോൾ ഇത് കൂടുതലും ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്, ഞാൻ മരുന്ന് കൊടുക്കാതെ ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ സൈക്കാട്രിക് മെഡിസിൻ ആയിരുന്നു ഞാൻ ഡോക്ടറേറ്റ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ഹാവ് ദ ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ്. ബട്ട് ഐ ക്യാൻ വർക്ക് ഹിയർ ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓർ കൺസൾട്ടന്റ്. അതാണ് ഞാനിങ്ങനെ ട്രിവാൻഡ്രം മെന്റൽ ഹോസ്പിറ്റലിലും ഒരു 3 കൊല്ലം വർക്ക് ചെയ്ത്, ഉളംപറയിൽ, പിന്നെ ഇപ്പം കൊല്ലം ബെൻസിയറിലെ കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ. സോ അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ക്ലയൻസും പേഷ്യൻസും കൂടെ ഈ ഒരു ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കെങ്ങനെ മരുന്ന് കൂടാതെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. നമുക്ക് ആങ്സൈറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3 ടേം ഉണ്ട്. അത് ഈവൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് വറി,
ടെൻഷൻ, സ്ട്രെസ്ഡ് ഔട്ട്, ആങ്സൈറ്റി. ഇത് മൂന്നും നമ്മളെല്ലാവരും അറിയാതെ ഓവർലാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മൂന്നിനും ഒരു 3 ഡയമെൻഷൻ ഉണ്ട്. ഈ വറി ഈസ് സംതിങ് അബൌട്ട് ദാറ്റ് ഹാസ് ഓൾറെഡി ടേക്കൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് വറീസ്. പക്ഷെ നമ്മൾ അറിയാതെ പറയാൻ വറീഡ് അബൌട്ട് നെക്സ്റ്റ് വീക്സ് എക്സാം. സോറി, അതൊരു റോങ് ആണ്. വി ആർ വറീഡ് അബൌട്ട് ദാറ്റ് ഹാസ് ഓൾറെഡി ടേക്കൺ പ്ലേസ് യെസ്റ്റർഡേ ഓർ ഡേ ഫോർ യെസ്റ്റർഡേ ഓർ ലാസ്റ്റ് വീക്ക്. വി ആർ സ്ട്രെസ്ഡ് ഔട്ട് ഓർ വി ആർ ടെൻസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇപ്പം നടക്കുന്നത്, ഇന്ന് നടക്കുന്നത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം എന്താണ്? ടെൻഷനും സ്ട്രെസ്ഡ് ഔട്ടുമാണ്. എന്നാൽ ഇവിടം കഴിഞ്ഞാൽ നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നതെല്ലാം തന്നെയാണ് ആകുലത. അതുകൊണ്ട് തന്നെയാണ് ആകുലതയുടെ നിർവചനത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ഓൾവേസ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് അവരോടും ഒരു പ്രത്യാശയില്ല, മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തെ പ്രത്യാശയില്ല. എപ്പോഴും എന്താ പറഞ്ഞത്, എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ, കംപ്ലീറ്റ്ലി ആ ഒരു അവസ്ഥയിലായിരിക്കും ഈ ഒരു പേഷ്യൻസ്. ഒന്നിനോടും നോർമലി ഉണ്ടായിരുന്നുള്ള ഒരു ഹാപ്പിനെസ് കിട്ടുന്ന എല്ലാ ആക്ടിവിറ്റിയിൽ നിന്നും ഈ പേഷ്യൻസ് അമിതമായിട്ട് ആങ്സൈറ്റി ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ഇത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ് അത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡി സിംറ്റംസ്, അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ആങ്സൈറ്റി പേഷ്യൻസിന് വെരി ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാളെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നെഞ്ചിടിപ്പ്, ശ്വാസം നിന്നു പോവുക, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, കണ്ണിന്റെ കാഴ്ച മങ്ങുക, തലയ്ക്ക് ഭാരം തോന്നിക്കുക, പിന്നെ ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്ന ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലർക്കുണ്ടാകും, തൊണ്ട വറ്റുക, വിറയലുണ്ടാകുക, ചിലർക്ക് അമിതമായിട്ടുള്ള വേർപ്പ് വരിക. ഇതെല്ലാം തന്നെ ഒരാൾക്ക് തന്നെ വേണമെന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു റിയലൈസ് ഇതിന്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ ഈ പേഷ്യൻസിൽ കാണാൻ സാധിക്കും. സോ അത് വെരി വെരി ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പൾസ് നോക്കുമ്പോഴോ നമ്മൾ എന്താ പറയുക സ്റ്റേറ്റസ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ വി വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ്. അതല്ലാതെ ആ പേഷ്യൻസ് നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ ഇത് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. അതാണ് നാളുകളെ കുറിച്ച്, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആകുലത. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ സ്ട്രെസ്ഡ് ഔട്ട്, ടെൻസ്ഡ് അബൌട്ട് ദ പ്രസന്റ്, വറീസ് അബൌട്ട് ദ പാസ്റ്റ്, ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ആസ് എഡ്യൂക്കേഷനിസ്റ്റ്. ദെൻ അപ്പോൾ ഇത് വേറൊരു പ്രത്യേകത, എല്ലാ വ്യക്തികൾക്കും ഒരു പരിധിവരെ ആകുലത നല്ലതാണ്. അണ്ടർസ്റ്റാൻഡ്? ഈ ഒരു പരിധി വരെ ഈ ആകുലത നമുക്കുള്ളത് കൊണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ സ്പോർട്സിന്റെ താരങ്ങൾക്ക് ആ ഒരു ആകുലത ഉള്ളത് കൊണ്ടാണ് അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതും. സോ അപ്പോൾ ആ മേഖലകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു കാര്യത്തിന് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ വ്യക്തികൾക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത, ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും അനിയനും ചേട്ടനും പോലെയാണ്. ആങ്ഷ്യസിനെ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ലീഡ് ഓർ പേവ് ദ വേ ഫോർ ഡിപ്രഷൻ എന്നാ പറയുന്നത്. ആ ഡിപ്രഷൻ നമ്മുടെ കൺട്രോളിൽ വന്നിട്ടില്ലെങ്കിൽ 60 to 70% ഡിപ്രസീവ് പേഷ്യൻസ് വിൽ സൂയിസൈഡൽ ഐഡിയേഷനിലേക്ക് പോകും. ഈവൻ സൂയിസൈഡൽ കമ്മിറ്റ്മെന്റും എന്താ പറഞ്ഞേക്കുന്നത് കമ്മിറ്റും അതുപോലെയുള്ള ആ ഒരു ആക്ഷനിലേക്ക് പോകും. അപ്പോൾ തോട്ട്സ് ഈ ആങ്ഷ്യസ് വ്യക്തികൾക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത് നമുക്ക് വലിയൊരു ലോകത്ത് ഒരു മനുഷ്യനുമില്ല, പണ്ടാകൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, ഇങ്ങനെ ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ്. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ തെരേസയുടെ ജീവചരിത്രത്തിലും മിസ്റ്റർ ജോൺ പോളിന്റെ ജീവചരിത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എന്തിനിങ്ങനെ ജീവിക്കുന്ന അങ്ങ് മരിച്ചാൽ മതിയെന്ന്. അബ്സല്യൂട്ട്ലി ഇങ്ങനൊരു സെന്റൻസ് കേൾക്കുകയാണെങ്കിൽ ഈസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ഇതിനടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സൂയിസൈഡ് ഒരു നമ്മുടെ മുമ്പിൽ ഒരു എന്താ പറഞ്ഞേക്കുന്ന ഒരു തോട്ട് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ആങ്സൈറ്റി പീപ്പിളിന് ഒരു ലിറ്റിൽ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഒരു നോർമൽ ആയിട്ടുള്ളതാണ്. ബട്ട് വെദർ ഇറ്റ് ഈസ് ലീഡിങ് ടു ഐഡിയേഷൻ, പ്ലാനിങ്, പിന്നെ ഈ കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അതൊരു ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ദെൻ ആങ്ഷ്യസ് വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പിന്നെന്താ പറയുക, ഒരു മോഡറേറ്റ് എമൗണ്ടിൽ എല്ലാ സൈക്കോളജിസ്റ്റും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി. ഈവൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇവൻ ഞങ്ങൾ ആന്റി ആങ്സൈറ്റി ടാബ്ലറ്റ് പേഷ്യൻസിന് കൊടുക്കുന്നതും തന്നെ അതിനോട് ചേർന്നിട്ടുള്ള മറ്റു രോഗങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആന്റി ആങ്സൈറ്റി നമ്മൾ കൊടുക്കത്തുള്ളൂ. അതല്ലെങ്കിലും
ലൈക്ക് CBT, അതല്ലെങ്കിൽ കുറെ റിലാക്സേഷൻ, പോസിറ്റീവ് PMR, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, ഇതുപോലെയുള്ള ചില ടെക്നിക്കിലൂടെ നമ്മൾ അവരെ മാനേജ് ചെയ്യാനേ നോക്കത്തുള്ളൂ. മറ്റെന്തെങ്കിലും ഡിപ്രസീവ് തോട്ട്സുകൾ വരുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ഒരു എന്താ ഒരു സൈക്കോളജിക്കൽ റിയാക്ഷൻസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഈറ്റിംഗ് പ്രോബ്ലം, അല്ലെങ്കിൽ വീട് വിട്ട് ഓടുക, ഫുജിറ്റീവ് ടെൻഡൻസി, ഇങ്ങനെയൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരികയാണെങ്കിൽ മാത്രം വി സ്റ്റാർട്ട് വിത്ത് ദി ആന്റി ആങ്സൈറ്റി. അതാണ് നമ്മളോട് മെഡിക്കൽ ഹെൽപ്പ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇനിയും എന്താ പറഞ്ഞ ആങ്സൈറ്റി, അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഈ ഒരു ആകുലത ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പരിധിവരെ ആങ്സൈറ്റി എന്നുള്ളത് നല്ലതാണ്. ഇനി ഈ ആങ്സൈറ്റിക്കുള്ള വേറൊരു ഉണ്ടുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ ക്ലിയർ ആകുന്നുണ്ടോ, അതോ ഞാൻ ഇങ്ങനെ ഇഷ്ടംപോലെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ സ്പീഡിൽ പോകും, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ ഓക്കെ. എനിക്കുള്ള ഒരു കംപ്ലൈന്റ് എൻ്റെ സ്റ്റുഡൻസും, ഞാൻ 7 കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. സോ അവർ പറയുന്ന അച്ഛൻ സ്പീഡ് ഫാസ്റ്റ് ആണ്, ഞാൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നു. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ പ്ലീസ് ലെറ്റ് മീ നോ. അപ്പോൾ ആങ്സൈറ്റിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. വൺ ഈസ് കോൾഡ് ദ ഫിയർ. ആകുലതയുമായി ബന്ധപ്പെട്ട ഒരെണ്ണമാണ് പേടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് അലാം റിയാക്ഷൻ ടു എ ഡേഞ്ചർ. ഏതോ ഒരു അപകടത്തിന് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു അലാം റിയാക്ഷൻ ആണ് ഈ ഫിയർ എന്ന് പറയുന്നത്. ആങ്സൈറ്റി പോലെ തന്നെ ഫിയർ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. എന്തിനോടെങ്കിലും ഫിയർ ഇല്ലാത്ത ലോകത്ത് ആരും തന്നെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും? യെസ്, ഫിയർ ഓഫ് ഡെത്ത് ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എല്ലാ മനുഷ്യന്റെയും. ഈ മരിക്കാൻ കിടക്കുന്ന വെന്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുന്നവർക്ക് അഥവാ അല്പം ബോധം വന്നാലും കുറച്ചു നാളുകൂടെ നിൽക്കണമെന്നാണ് അവർ പറയുന്നത്. അത് പക്ഷെ നമ്മളോട് ചോദിക്കുമ്പോൾ ഒന്ന് ചത്ത് കിട്ടിയാൽ മതി, മരിച്ചാൽ മതി എല്ലാം തയ്യാറായിട്ട്. അന്ന് അമ്മയ്ക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പം തന്നെ അങ്ങ് പറഞ്ഞു തന്നേക്കട്ടെ. അല്ല, അങ്ങനല്ല, അത് ഈ ക്രിസ്മസ് കൂടെ ഒന്ന് കഴിയട്ടെ. സോ ഇതെല്ലാം മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫിയർ ഓഫ് ഡെത്ത് എല്ലാ മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണ്. നോർമലി ഇതുപോലെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് പറഞ്ഞത്, ഇത് രണ്ടും രണ്ടാണ്. ഈ ഫിയറും ആങ്സൈറ്റിയും രണ്ടാണ്. ഒരെണ്ണം ഈ ആങ്സൈറ്റിയുടെ അകത്ത് ഈ ഫ്യൂച്ചറാണ് നമ്മെ ഇതിലേക്ക് നയിക്കുന്ന ഘടകമെങ്കിൽ, ഈ ഫിയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇമ്മീഡിയറ്റ് ഇമോഷണൽ റിയാക്ഷൻ ടു എ കറന്റ് ഡേഞ്ചർ. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഫിയറിന്റെ നമ്മുടെ മുമ്പിൽ ആണ് ഫിയറിന്റെ സൈഡ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നടത്തുന്നു. ആങ്സൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഇല്ല, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഡേഞ്ചർ ഇല്ല, പക്ഷേ അടുത്ത ആഴ്ചയെക്കുറിച്ചോ നാളുകളെ കുറിച്ചുള്ള വറീസും കൺസേണും നമ്മുടെ മുമ്പിലുള്ളതാണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. പക്ഷേ ഇതിനകത്ത് ഈ കാണുന്ന ഫിയറിനകത്ത് കാണുന്ന സിംറ്റംസ് എല്ലാം തന്നെ ആങ്സൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ബോത്ത് ഗോസ് ടുഗദർ ഓൾമോസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ദെൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇതിനോടൊപ്പം തന്നെ ചേർന്നിട്ടുള്ള മറ്റൊരെണ്ണമാണ് പാനിക് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വേറൊരു ടൈമാണ്. ഇതെല്ലാം ആങ്സൈറ്റിയുടെ കീഴിൽ വരുന്നതാണ്. പാനിക് എന്ന് പറഞ്ഞിരുന്ന സഡൻ ഓവർവെൽമിംഗ് ഫ്രൈറ്റ് ഓർ ടെറർ. എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പെട്ടെന്നുണ്ടായേക്കുന്ന ഏതോ ഇതിനോടുള്ള നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ കാണിക്കുന്ന എന്താ പറഞ്ഞ ഒരു ടെറർ അല്ലെങ്കിൽ ഒരു ഫ്രൈറ്റനിങ്ങിന് പറയുന്ന പേരാണ് പാനിക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാനിക്കും ഹാർട്ട് അറ്റാക്കും, ഈ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മോർ ദാൻ 40% രാത്രി കാലങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് എന്നും പറഞ്ഞു കൊണ്ടുവരുന്ന 40% കൂടുതൽ രോഗികൾക്കും ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് അല്ല, ഇറ്റ് ഈസ് പാനിക് അറ്റാക്ക്. കാരണം ഹാർട്ട് അറ്റാക്കിന്റെയും പാനിക് അറ്റാക്കിന്റെയും സിംറ്റംസ് രണ്ടും മോർ ഓർ ലെസ് സെയിം ആണ്. അപ്പോൾ ഇത് അറിയാത്ത വ്യക്തികൾ ഇത് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. ബട്ട് അത് റൂൾഡ് ഔട്ട് ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് 2 ECG എടുക്കും. ECGയിൽ റൂൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി പറയുന്നത് എന്തായിരിക്കും, എന്തായാലും വന്നതാണല്ലോ, ഒരു കാര്യം ചെയ്യും, ഇന്നിവിടെ റെസ്റ്റ് എടുക്ക്, നാളെ ഞങ്ങളുടെ കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ കൂടെ ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. പിന്നെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ടോ BP ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ടാബ്ലറ്റ് കൊടുത്ത് നമ്മൾ അവിടെ കിടത്തുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടിന്റെയും സിംറ്റംസ് ഒന്നാണ്. റൂൾഡ് ഔട്ട് ബൈ 2 ECG ടേക്കൺ വിത്തിൻ 1 hour ഗ്യാപ്പ്. ഇതാണ് ഹാർട്ട് അറ്റാക്ക് ആണോ പാനിക് അറ്റാക്ക് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന വേർഡ് പാനിക് എവിടെ നിന്നാ വരുന്നതെന്ന് അറിയുമോ? ദ വേർഡ് പാനിക്
എല്ലാം ഈ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വരുന്നതാണ്. പാൻ, PAN എന്ന് പറയുന്ന ഒരു ഗാഡിൽ നിന്നാണ്, ഒരു പാൻ എന്ന് പറയുന്ന ഒരു ഗോഡസിൽ നിന്നാണ് ഈ പാനിക് അറ്റാക്ക് എന്ന വാക്ക് വരുന്നത്. ഈ ഗോഡസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായൽ തീരത്തായിരുന്നു ഇവര് താമസിച്ചത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പാലമില്ല. പാലമില്ലാത്ത ഈ കായൽ തീരത്ത് ഈ പാൻ ഗോഡസ് താമസിച്ചു ഉച്ച ഉറക്കം, സിയസ്റ്റ പരിപാടി ഈ ചേട്ടത്തിക്കുണ്ട്. ചേട്ടത്തി സിയസ്റ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് പാലമില്ലാത്തത് കൊണ്ട് ആൾക്കാര് കടത്തുവള്ളക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ കടത്തുവള്ളത്തിന്റെ ഒരറ്റത്ത് നിന്നിട്ട് വള്ളം അക്കരയാണെങ്കിൽ ഇവിടെ നിന്ന് കൂകി കൈകൊട്ടി വിളിച്ചിട്ടാണ് കടത്തുകാരനെ ഇക്കരയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ചേട്ടത്തി താമസിച്ചിരിക്കുന്ന വീടിനോട് ചേർന്ന് ഈ കടത്തുവള്ളക്കാരനായതുകൊണ്ട് കടത്തിന് പോകാൻ വന്നവരെല്ലാവരും തന്നെ വള്ളം കാത്ത് ബഹളവും ഹൗള് ചെയ്യുമ്പോൾ ഗാഡസ്, പാൻ എന്ന് പറഞ്ഞ ഗാഡസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ ഉറക്ക ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ഈ ചേട്ടത്തി നടന്ന് ഈ വിളിക്കുന്ന ആൾക്കാരുടെ പിറകിനെ ചെന്നിട്ട് ഹോ എന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പെടുത്തും. ഈ പേടിപ്പെടുത്തുന്ന ഷോക്കിൽ പല ആൾക്കാരും തലകറങ്ങി വീഴുകയും ചെയ്തിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് പാനിക് എന്ന വാക്ക് വരുന്നത്. സോ അത് നമ്മുടെ ആർക്കെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് കൊടുക്കാം. സോ പാനിക് എന്ന വാക്ക് വരുന്നത് പാൻ എന്ന ഹീബ്രു ഗ്രീക്ക് ഗോഡസിൽ നിന്നാണ്. സോ ദാറ്റ് ഈസ് ബൈ ദ ബൈ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കറിയാമല്ലോ, നെഞ്ചുവേദന ഉണ്ടാകുക, അതോടൊപ്പം തന്നെ കൈക്ക് ഒരു സൈഡിൽ വേദന വരിക, തൊണ്ട പറ്റുക, നാവ് വരളുക, ശ്വാസം മുട്ടുക, ചിലപ്പോൾ ഇതുപോലെ മൂത്രം പോകാനായിട്ടുള്ള ടെൻഡൻസി, അണപ്പ് കൂടുതൽ വരിക, ഓക്കെ, കാഴ്ച മങ്ങുക, ഇതെല്ലാം തന്നെ വാട്ട് വി കോൾ ഇറ്റ് ആസ് ദ ഹാർട്ട് അറ്റാക്കിനുള്ളതാണ്. സോ അതാണ് ആ ഡിഫറൻസ് ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ എന്തോ ഒരു സഡൻ ഫിയറിനോട് നമ്മുടെ ബോഡിയും മൈൻഡും റിയാക്ട് ചെയ്യുമ്പോഴാണ് പാനിക് അറ്റാക്ക് എന്നുള്ളൊരു സിംറ്റം ഉണ്ടാകുന്നത്. സോ ഫാർ ക്ലിയർ ആണോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാനിക് അറ്റാക്ക് വരണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവില്ലേ പേഷ്യന്റ് പാനിക് അറ്റാക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ കോസസ് ഓഫ് ആങ്സൈറ്റിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. there is nothing called accident. Everything has a reason. ഇപ്പൊ എന്തോ പറ്റി, ഞാൻ അവിടെ തെന്നിയടിച്ച് വീണ്, എന്ത് പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. എന്തായിരുന്നു? തെന്നി വീണ്. അവിടെ തെന്നി വീണമെന്നുണ്ടെങ്കിൽ പഴുത്തലിയോ വെള്ളമോ അവിടെ ഉണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ്, മുമ്പിൽ നിന്നൊരു വണ്ടി വന്നല്ല, സൈഡിൽ നിന്നൊരു വണ്ടി വന്നല്ല, ഞാൻ പറഞ്ഞു. സി, ദർ ഈസ് എ കോസ് ഫോർ എവരിതിങ്. അതുപോലെ പാനിക് അറ്റാക്കിനുണ്ട്. പക്ഷെ ഈ പാനിക് അറ്റാക്കിന്റെ കോസ് ഓൾ ഓഫ് എ സഡൻ കയറി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് പൊതുവെ നമ്മുടെ മൈൻഡ് എടുക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്താ പറഞ്ഞത്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഓടി രക്ഷപ്പെടുക, അല്ലെ നിന്ന് ഫൈറ്റ് ചെയ്യുക. ഇപ്പം വേറൊരെണ്ണം കൂടെ DSM-ൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദ നംനെസ്. അതായത് വിറങ്ങലടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ഈ ചില സമയത്ത് ചിലരൊക്കെ ഇതുപോലെ, അത് ഒരു 20 to 30 മിനിറ്റ്സ് മാത്രമേ അങ്ങേയറ്റം ഉണ്ടാകത്തുള്ളൂ. ഈ ചില സമയത്ത് ചില വ്യക്തികളെയൊക്കെ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ ഇതുപോലെ കൊണ്ടുവരും. പഠിച്ചിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവരിങ്ങനെ എന്ത് പറ്റുന്നു ഇങ്ങനെയൊക്കെ അവർ ആക്ഷനൊക്കെ കാണിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയും. സോ നമുക്കതറിയാം, എന്തോ ഒരു പാനിക് അറ്റാക്ക് ആണ്, എന്തോ കണ്ട് പേടിച്ചിരിക്കുന്നത് തന്നെയാണ്. നംനെസ് എന്ന സ്റ്റേറ്റ് ആണ്. ദേ വർ നോട്ട് ഏബിൾ ടു ടോക്ക് എനിത്തിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചുകളെല്ലാം തന്നെ അവരുടെ ബോഡിയിൽ കാണാൻ സാധിക്കും. ബട്ട് മറ്റേ വ്യക്തികൾ എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് കാഴ്ച പോകുന്നു എന്നൊക്കെ പറയും. ഈ നംനെസ് എന്നുള്ള അവസ്ഥയിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ബട്ട് അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഒരു 20 മിനിറ്റ്സിൽ മൈൻഡ് ഒന്ന് കാം ഡൗൺ ചെയ്യുക, ഒന്ന് കംഫർട്ടബിൾ ആയിട്ടൊന്ന് കിടത്തുക, അത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്: ഓടി രക്ഷപ്പെടുക, അല്ലെ നിന്ന് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നംനെസ് ആകുക. ഇതാണ് നോർമലി പാനിക് അറ്റാക്ക് വരുമ്പോഴത്തേക്ക് മനുഷ്യന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇൻബോൺ റിയാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി ആങ്സൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ പ്രാക്ടിക്കൽ വരുന്നതിന് മുമ്പ് കോസസ് ഓഫ് ആങ്സൈറ്റി, എന്ത് കാരണത്താലാണ് ആകുലത കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം ബയോളജിക്കൽ കോസസ് ആണ്. ഈ ബയോളജിക്കൽ കോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തത് whatever we inherited from our forefathers. 20 to 30% മെന്റൽ പേഷ്യൻസിന് എല്ലാ മാനസിക അസ്വസ്ഥതകൾക്കും 20 to 30% പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻ ഫാക്ട് more than 30 to even 40% ഫിസിയോളജിക്കൽ സിക്നസിനും പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ദാറ്റ്സ് ദ റീസൺ വൈ നമുക്കറിയാം ഡോക്ടേഴ്സ് ചോദിക്കുന്ന വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് എന്താണ്, എല്ലാ പേഷ്യൻസിനോടും ഇപ്പൊ നിങ്ങൾ തന്നെ കൗൺസിലിംഗ് നടത്തുകയാണെങ്കിൽ പോലും വാട്ട് യു ഹാവ് ടു ഡു, യു വിൽ ആസ്ക് ആഫ്റ്റർ എവരിബഡി എന്താ പറഞ്ഞേക്കുന്നത്, കോവിഡ് വന്നിട്ടുണ്ടോ
വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നിർബന്ധപൂർവ്വം ചോദിക്കണം. ഇത് നമ്മളോട് മെഡിക്കൽ പ്രോട്ടോകോളിൽ ഡോക്ടേഴ്സിനോടെല്ലാം തന്നിരിക്കുന്ന ഡയറക്ഷനാണ്. ഞാനിപ്പോൾ കൗൺസിലേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്ക് അവരോട് പറയും ഇത് നമ്മളുടെ ഭാഗത്തും ചോദിക്കേണ്ടതാണ്. ഒരുപാട് ഇമ്പാക്റ്റ്. കാര്യം ലോക ചരിത്രത്തിന്റെ മനുഷ്യന്റെ മാനസിക ഇതുപോലെയുള്ള ഫിസിയോളജിക്കൽ മേഖലകളെ തന്നെ രണ്ടായിട്ട് വെട്ടിമുറിച്ചിരിക്കുകയാണ് കോവിഡ് എന്നുള്ള യാഥാർത്ഥ്യം. Therefore, before COVID and after COVID. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് നമ്മളിപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പലതൊക്കെ കേൾക്കുന്നുണ്ട്. ചെറുപ്പക്കാർ തലയിറങ്ങി വീഴുന്നു, ജിംനേഷ്യത്തിൽ ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ചെയ്യുന്നു. സോ പലത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ദർ ഇസ് സയന്റിഫിക്കലി പ്രൂഫ് എന്താണ് അത് കോവിഡ് ഇഫക്റ്റ് ആണോ അല്ല വാക്സിനേഷൻ ആണോ. ബട്ട് കാരണം ഈ എന്തൊരു മെഡിസിൻ എടുത്താലും തന്നെ 10 to 15 years ആണ് അതിൻ്റെ എന്താ പറഞ്ഞേക്കുന്നത് ടെസ്റ്റിനുള്ള ടൈം. കോവിഡിന്റെ മെഡിസിന് ലോകത്തൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ സിംറ്റംസ് നോക്കിയിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുകയാണ്. അതനുസരിച്ചായിരുന്നു നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തത്. ബട്ട് അതുകൊണ്ടും കൊടുത്ത പലതും തന്നെ അതിന്റെ സൈഡ് ഇഫക്റ്റ് അറിയാത്തത് കാരണത്താൽ ചിലരൊക്കെ പറയുന്നു, വിശ്വസിക്കുന്നു എന്താണ് കോവിഡിന്റെ ഇഫക്റ്റ് ആണ്, വാക്സിന്റെ ഇഫക്റ്റ് ആണ്, ചെറുപ്പക്കാർ ഇതുവരെ രോഗമില്ലാത്തവർ തലകറങ്ങി വീഴുന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. റീസൺസ് ക്യാൻ ബി മെനി. ബട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, നമ്മളൊരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വരുമ്പോൾ നിർബന്ധമായിട്ടും ഉറക്കത്തെക്കുറിച്ചോ എന്താ പറയുക ആഹാരത്തെക്കുറിച്ചോ നെഗറ്റീവ് തോട്ട്സ് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് കോവിഡ് വന്നിട്ടുണ്ടോ, വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ. ഇത് നമുക്ക് നമ്മുടെ നോട്ട് പാഡിൽ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബയോളജിക്കൽ കോഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 20 to 30% ഓൾ മെന്റൽ സിക്നസ് ഇൻ ദ സെയിം വേ നമുക്കും അതുകൊണ്ട്. അതല്ലാതെ ആങ്സൈറ്റി ഉണ്ടാകാനായിട്ട് ഇതാണ് ഒരു കാരണം, ഇത് മാത്രമാണ് കാരണമെന്ന് മാനസിക രോഗത്തിലൊന്നും തന്നെയില്ല. എല്ലാ മാനസിക രോഗത്തിനും കൃത്യമായിട്ട് ഒരെണ്ണമാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. Therefore, what we have to look at ഏതാണ് ഒരു ജനറൽ ഫോമിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആങ്സൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ബയോളജിക്കൽ കോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഈ ഒരു ആകുലത കൂടുതലുള്ള അപ്പനും അമ്മയും വെപ്രാളം കൂടുതലുള്ള അപ്പനും അമ്മയൊക്കെ ആണെങ്കിൽ അതിനുള്ള 20 to 30% ആ വ്യക്തി ആ മക്കൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ബാക്കിയുള്ള എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ് 70-80%. സോ ഇതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ദെൻ പിന്നെ എന്താ ജീൻസ് പാസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. പിന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ അത് നമ്മുടെ എത്ര കൂടെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രെയിൻ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ലിംബിക് ഏരിയയിൽ ഉണ്ടായേക്കുന്ന ആ ഒരു എന്താ ചേഞ്ചസ് ആങ്സൈറ്റിക്ക് ഒരു പ്രധാനപ്പെട്ട സയന്റിഫിക് കാരണമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആന്റി ആങ്സൈറ്റി പ്രത്യേകിച്ച് ഈ ഫോർബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻ ബ്രെയിൻ. അപ്പൊ ഈ ഫോർബ്രെയിനിൽ ലിംബിക് സിസ്റ്റം ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രലിലിരിക്കുന്ന മിഡ് ബ്രെയിനിലിരിക്കുന്ന ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ആങ്സൈറ്റി പേഷ്യൻസിൽ MRI എടുക്കുമ്പോൾ ഒരുപാട് കാണാൻ സാധിക്കുന്നു. സോ അതിൽ നിന്നുണ്ടായ കൺക്ലൂഷൻ ആണ് ആങ്ഷ്യസ് പേഷ്യൻസിന് ലിംബിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന നെർവുകളുടെ ചേഞ്ച് ഒരു പ്രധാനപ്പെട്ട ബയോളജിക്കൽ കാരണം കൂടെ ആകുന്നെന്ന് പറയുന്നത്. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഗാബ. നമുക്ക് എല്ലാവർക്കും അറിയാം ഗാബ അമിനോ ബ്യൂറട്രിക് ആക്സിഡന്റ് അതിന്റെ ആ ചേഞ്ച് ഉണ്ടാകുന്നത്. ബെൻസോഡിയാസെഫൈൻ ഇതെല്ലാം മെഡിക്കലുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്താ പറയുക അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് എന്ന് പറഞ്ഞ ACT റിലീഫ് ചെയ്യും നമ്മുടെ എപ്പിനെഫ്രൈൻ, നോറെപ്പിനെഫ്രൈൻ. അവിടെ അത് നമുക്കറിയാം. നമ്മുടെ നെഞ്ചൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പുറകോട്ട് തിരിച്ചിട്ട് നമ്മുടെ മുതുകിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെൻഷനോ പേടിയോ ഇതൊക്കെ വന്നു തീരുമ്പോഴത്തേക്ക് BP കൂടുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, വിറയലൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പിനെഫ്രൈൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിന്റെ അളവിൽ നമുക്ക് കൂടുതലുണ്ടാകുന്നു. അപ്പോൾ മനുഷ്യൻ ഉറങ്ങുന്ന അവസരത്തിൽ ദഹന പ്രക്രിയ നടക്കുന്നു, BP കുറയുന്നു, ശ്വാസം നോർമലിലേക്ക് വരുന്നു. അത് നോർ എപ്പിനെഫ്രൈൻ എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ രണ്ട് അവസ്ഥകളും ഇങ്ങനെ ചേർന്ന് പോകാത്തിടത്തോളം കാലം, ആ ഹോമോസ്റ്റാറ്റിക് യൂണിയനിൽ പോകാത്തിടത്തോളം കാലം ഈ വെപ്രാളങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ഒരാൾ പേടിച്ചോ പാനിക്കായിട്ടോ വന്നു കഴിഞ്ഞാൽ നോർ എപ്പിനെഫ്രൈൻ്റെ ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ ആണ് നമ്മൾ കൊടുക്കുന്നത്. ബിക്കോസ് അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യുക. ഇതാണ് ഒരു മനുഷ്യൻ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ പുറകിൽ. അതുകൊണ്ടാണ് ഡോക്ടർമാർ ആ ഏരിയയിൽ ഒന്ന് നോക്കുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന മേഖലകളെല്ലാം തന്നെ എന്താണ് ആങ്സൈറ്റിയെ ബയോളജിക്കലി റിസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ദെൻ ഇനി കുട്ടികൾക്ക് ഈ മനുഷ്യ ശരീരത്തിൽ എന്താണ് പറയുക ഈ കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഫാക്ടർ CRF എന്നും പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. CRF കോർട്ടിക്കോട്രോഫിക് റിലീസിങ് ഫാക്ടർ. ഈ കോർട്ടിക്കോട്രോഫിക്കിൻ റിലീസിങ് ഫാക്ടർ അത് കുട്ടികൾക്ക് കൂടുതൽ വരുമ്പോൾ എന്താണ് അവർക്ക് ആങ്സൈറ്റി കൂടുതലാണ്. എന്നാൽ പ്രായമുള്ളവർക്ക് അത് എന്താ പറയുക കുട്ടികൾക്ക് കൂടുതൽ പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്നത്, പ്രായമുള്ളവർക്ക് അത് കൂടുതൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആങ്സൈറ്റി കൂടുതൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഇത് ബയോളജിക്കൽ ആയിട്ടുള്ളത്. ഇനി മറ്റൊരു മേഖല നമ്മൾ ഇതുമായിട്ട് എന്താ പറഞ്ഞേക്കുന്നത് നോക്കേണ്ട വേറൊരെണ്ണം തന്നെയാണ് സൈക്കോളജിക്കൽ കോൺട്രിബ്യൂഷൻ. ചില സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കൺട്രോൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ നമുക്കുണ്ട്, ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെല്ലാം, അപ്പൊ ട്രീറ്റ്മെന്റ് പ്ലാനിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഏതെല്ലാം കാര്യത്തിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്. അതിനുമായി ബൈ ഇൻ ബിറ്റ്വീൻ ഒന്ന് ചോദിക്കട്ടെ, മനുഷ്യന് കൺട്രോൾ ഇല്ലാത്ത 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് ലോകത്ത്? You cannot control your death. ഓക്കെ, പിന്നെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പ്രയാസമല്ലേ? ചിന്തകള്. ഒരെണ്ണം എനിക്ക് ടൈം എഴുതി കാണിച്ചു. വേറെന്തെങ്കിലും? എന്നോട് ചോദിച്ചാൽ ഞാൻ തുമ്മലെന്നും കോട്ടുവായെന്നും പറയും. തുമ്മലും കോട്ടുവായും. ഓക്കെ. ഡെത്ത് നോ കൺട്രോൾ. മനുഷ്യന് കൺട്രോൾ അല്ലാത്തത് ഒരു കോൺഷ്യസ് തലത്തില്, ഇപ്പൊ വെന്റിലേറ്റർ പേഷ്യന്റ് കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള വ്യക്തി ജീവനോട് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് പേരിന്, ബട്ട് ദ പേഷ്യന്റിന് അതിനായിട്ടൊന്നും തന്നെ. ഞാൻ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഹാർട്ട് ബീറ്റ് ഏതൊക്കെയാ? ഇമോഷൻസ്, തോട്ട്സ്, ചിന്ത, പിന്നെ Thoughts can be controlled, sir. ഓക്കെ. Father, we can control thoughts. ഓക്കെ, പിന്നെ യെസ്. മനുഷ്യന് കോൺഷ്യസ് ലെവലില് ചിന്തിക്കുമ്പോൾ കൺട്രോൾ ഇല്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് മനുഷ്യന്റെ ഛർദി, വൊമിറ്റിംഗ്. രാഷ്ട്രപതി ആണെന്നുണ്ടെങ്കിലും രാഷ്ട്രപതി ഭവനിൽ നിൽക്കുന്നു, അയ്യോ ഇത് ഇന്ത്യൻ രാഷ്ട്രപതി ഭവനല്ലേ, ഛർദിന് വന്നു കഴിഞ്ഞാൽ വെച്ചേ പറ്റും. ഒന്ന്. രണ്ടാമത്തത് മനുഷ്യന്റെ ഉറക്കം. നമ്മൾ പറയും പള്ളിയിൽ ഉറങ്ങാതിരിക്കാനൊക്കെ ഞാൻ നോക്കുമെന്ന്. അതല്ല, ഒരു മനുഷ്യൻ കിടന്നു തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീറം, റം, പോസ്റ്റ്റം, അത് മെഡിക്കൽ ടൈമിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റ, ആൽഫ, തേറ്റ, ഡെൽറ്റ. ഈ ഡെൽറ്റ സ്റ്റേറ്റിലേക്കൊക്കെ കടന്നു വന്നു തീർന്നു കഴിഞ്ഞാൽ അവൻ ഒരുന്ത് തന്നെയില്ല. അതിന് നമ്മൾ ഈ സ്ലീപ്പ് സ്റ്റഡിയിൽ, സ്ലീപ്പ് ലാബിൽ കൊണ്ടുചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം രാത്രി കാണിച്ചു കൂട്ടുന്ന പോലെ ഒക്കെ. പക്ഷെ പ്രീറം സ്റ്റേറ്റിലും പ്രോസ്ട്രം സ്റ്റേറ്റിലും ആ വ്യക്തി കിടത്തിയ അവസ്ഥയിലേക്ക് വരികയും കിടക്കുകയും ചെയ്യും. അപ്പൊ നമ്മളാണ് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തുന്നു, അതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുന്നു, ഒന്നും ചുളുങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ കിടന്നാൽ അനങ്ങത്തില്ലെന്ന്. ഇല്ല, മനുഷ്യന്റെ ഡീപ് സ്ലീപ്പ് ഓഫ് മാൻ, റാപ്പിഡ് ഐ മൂവ്മെന്റ്, റം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റേറ്റില് ലോകത്തൊരു മനുഷ്യനും അവന്റെ നിയന്ത്രണം ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൺകുട്ടികളെയും പെങ്ങളെയും, ആങ്ങളെയും പെങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് കിടത്തരുത് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്ലീപ്പ്, ഞാനിപ്പോ ചില പേഷ്യന്റ് ആങ്ങളെയും പെങ്ങളിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. വളർത്തിക്കൊണ്ടുവന്ന പെങ്ങളാണ്, അമ്മയുടെ സ്ഥാനത്ത് എടുത്തുകൊണ്ട്, പക്ഷേ മനുഷ്യന്റെ ഡീപ് സ്ലീപ്പിന്റെ സമയത്ത് ദേ ആർ ഔട്ട് ഓഫ് ദ കൺട്രോൾ. ബാക്കി അതിനു മുമ്പുള്ളതും അവസാന സമയത്തും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്കെ. അത് സ്ലീപ്പിനെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഐ വിൽ ലെറ്റ് യു നോ. ഓക്കെ, എന്താണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്, മനുഷ്യന്റെ ഉറക്കം എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ സൈക്കോളജിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പേരന്റ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് ഗുഡ് ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കിട്ടുമ്പോൾ ചില കാര്യങ്ങളെയൊക്കെ പാരമ്പര്യമായിട്ട് നമുക്കൊക്കെ എന്താണ്, നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ബിയോണ്ട് അവർ കൺട്രോൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതിനെയൊക്കെയാണ് നമ്മുടെ എൻവയറമെന്റിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ അപ്പച്ചന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റത്തില്ല, എന്തൊക്കെ കാണാം, എന്തൊക്കെ ചെയ്തുകൂടാ. ഇപ്പൊ ശ്വാസം മുട്ടുള്ള കൊച്ചാണ്, രാത്രി ക്രിസ്മസ് കരോളിന് പോകാൻ പറ്റത്തില്ല. സോ സർട്ടൻ തിങ്സ് വി ക്യാൻ കൺട്രോൾ. അപ്പോൾ ആൻസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കൺട്രോളും അൺകൺട്രോളുമായിട്ടുള്ളതിനെ ബാലൻസ് ചെയ്യാതെ വരുമ്പോൾ ആകുലത ചിലപ്പോൾ കൂടുതലായിരിക്കും. Then, so this control of not having control over the environment in the early childhood makes people more or less vulnerable to anxiety in later life. അപ്പോൾ അതാണ് കുഞ്ഞുനാളിൽ തന്നെ. അതുകൊണ്ടാണ് എന്തെല്ലാം കാര്യങ്ങൾക്ക് നിനക്ക് നിയന്ത്രിക്കാൻ പറ്റും, എന്തെല്ലാം കാര്യം പറ്റത്തില്ല എന്നുള്ള ഒരു ഫോർമേഷൻ കൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആൻസൈറ്റിയുമായിട്ട് വ്യക്തികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക. ദെൻ മറ്റൊന്ന് സോഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സ്ട്രെസ്ഫുൾ ഈവന്റുകളൊക്കെ
ചില വ്യക്തികൾക്ക് എന്താണ് കൂടുതൽ മാരേജ് ആയിക്കൊള്ളട്ടെ, ഡിവോഴ്സ് ആയിക്കൊള്ളട്ടെ. ഇപ്പൊ ഇന്നലെയൊക്കെ മെനഞ്ഞാൻ നമ്മൾ കണ്ടെന്താണ് ആന ഒരു മനുഷ്യനെ ചവിട്ടി വലിച്ചു കീറി ഇന്റേണൽ ഓർഗൻസ് എല്ലാം കൂടെ പുറത്തിട്ടെന്നും പറഞ്ഞിട്ടൊക്കെ നമ്മൾ കോതമംഗലത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു. ആ വ്യക്തികളെയൊക്കെ നമ്മളിപ്പോൾ പോയ 65 കുടുംബത്തെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ ചിലർ അറിയാതെ ടി വിയിൽ വന്ന് പറഞ്ഞത് അടുത്തതിന് ഞാനായിരിക്കും എന്നുള്ളത്. അവരുടെ മുമ്പിൽ പാനിക്കിനേക്കാളും കൂടുതൽ അവർക്ക് ഇനിയിപ്പോൾ ഉള്ളതെല്ലാം ആങ്സൈറ്റിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം വേലികളെല്ലാം കെട്ടി കുഴികളൊക്കെ എടുത്ത് ആകാത്തടുത്തോളം കാലം അവർക്ക് ആങ്സൈറ്റി. ആ 65 കുടുംബത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും അവരെ ബേസിക് ഫാക്ടർ ഇനിയിപ്പോൾ അവർക്ക് ആങ്ഷ്യസ്, ടു മച്ച് ആങ്ഷ്യസ് ആണ്. കാര്യം എന്താണ്, ചില കാര്യങ്ങൾ ബിയോണ്ട് ദെയർ കൺട്രോളാണ്. അപ്പോൾ അവർക്ക് അവിടെ തരാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ കുറിച്ചുള്ളതാകാം, ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടാകാം, പ്രിയപ്പെട്ടവരുടെ മരണമാകാം, പ്രഷർ ടു എക്സൽ ഇൻ ദ സ്കൂൾ ആകാം, ചിലപ്പോൾ ഡിമാൻഡ്സ് ഫ്രം ദ പേരൻസ് ആയിരിക്കും. മൂത്ത ചേച്ചി ഫുൾ A+ എടുത്തിട്ടുണ്ട്, നീയും എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ നാണക്കേട് ഉണ്ടാക്കരുത്. അമ്മ ആ സ്കൂളിലെ ടീച്ചറാണെന്ന് ഓർമ്മ വേണം. ഇതൊക്കെ ചില കുട്ടികൾക്ക് അമിതമായിട്ടുള്ള അവന്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ, അവന്റെ ഡിമാൻഡ് അങ്ങേയറ്റമായി തീരുമ്പോൾ എന്താണ് അത് ഫ്രസ്ട്രേഷനിലേക്ക് നയിക്കും. ഫ്രസ്ട്രേഷന്റെ ബേസിക്കലി ആങ്സൈറ്റി നമ്പർ 1 ആയിട്ട് നിൽപ്പുണ്ടാവും. ഫ്രസ്ട്രേഷന്റെ ബേസിക്കലി ആങ്സൈറ്റി നമ്പർ 1 ആയിട്ട് നിൽപ്പുണ്ടായിരിക്കും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, അപ്പൊ ആങ്സൈറ്റിയെ പ്രൊവോക്കം ചെയ്യുന്ന certain areas, all these it can contribute a lot. ആ സ്ട്രെസ്ഫുൾ ഈവന്റ് എങ്ങനെയാന്ന് പറയുന്നത്, ഹൗ ആർ യു ഗോയിങ് ടു ഹാൻഡിൽ ഓൾ ദീസ് സ്ട്രെസ്ഫുൾ ഈവന്റ്, ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രൊഫഷണൽസ് ആയതുകൊണ്ട്, സിൻസ് വി ഓൾ ആർ വർക്കിംഗ് ഇൻ ദ സെയിം ഫീൽഡ്, നമുക്കത് കൂടുതൽ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം എൻവയറമെന്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണോ, അതോ അൺകൺട്രോൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആണോ, ഡിമാൻഡ് ഫ്രം ദ സൊസൈറ്റി ആണോ, അതോ ഡിമാൻഡ് ഫ്രം ദ പേരൻസ് ആണോ? അപ്പോൾ ഇതിനെ ടാലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ആങ്സൈറ്റി കോസ് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങളാണ്. സോഫാർ ക്ലിയർ. എൻ്റെ ക്ലാസിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ അവസാനിച്ച്. എനി ക്വസ്റ്റ്യൻസ്? ഇനി നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോകാം. എനി ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദിസ്? ആൻസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ചേർന്നിട്ടുള്ള മറ്റു ചില സബ്ജക്റ്റുകൾ കൂടെ കൊണ്ട് ആൻസൈറ്റിയിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ദെൻ there is something called the okay, any questions? അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുമായി ആൻസൈറ്റിയുടെ കീഴിൽ വരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തി നമ്മൾ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ ചില ഉപശാഖകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകാം. ആ പോകുന്നതിന് മുമ്പ് any concern about anxiety and the causes? No questions, Father. So, no questions, Father. You can go ahead. Okay, then. Thank you very much. I'll go. എന്താ ഒരു ചോദ്യം? ഓക്കെ. മനുഷ്യന് കൺട്രോൾ ഇല്ലാത്ത 2 കാര്യം ഛർദി, ഉറക്കാന്ന് പറഞ്ഞു. അപ്പോ ബാക്കിയുള്ളവർ കുറെ ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു, മരണം, ചിന്ത, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, തുമ്മല്, അതൊക്കെ പറഞ്ഞു കൂട്ടുക, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണോ ഫാദർ പറയുന്നത്? അതെല്ലാം തന്നെ നമ്മൾ തന്നെ എന്താ പറയുക, ഒരു പബ്ലിക് പ്രോഗ്രാമിൽ ഇരിക്കുമ്പോഴത്തേക്ക് തുമ്മൽ വന്നാലും മാക്സിമം നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട്. തോട്ട്സ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നാൽ, അഥവാ നെഗറ്റീവ് ചിന്തയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചാടി എണീറ്റ് വിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു, അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ള ഒരു പഴയ ജോക്ക് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അങ്ങോട്ട് മാറുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം വന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ചെറിയ പ്രാക്ടീസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇതൊരു തെറാപ്പി കൂടെയാണ്. ഒന്ന് എഴുതിയെടുത്തേക്ക് താല്പര്യമുള്ളവർക്ക്. എൻ്റെ പേര് 5 4 3 2 1 5 4 3 2 1. ഇപ്പൊ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു തെറാപ്പിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. 5 4 3 2 1 തെറാപ്പി. ഇപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? 5 4 3 2 1. ഓക്കെ, നൗ ഓക്കെ 5. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഈ ഒരു തെറാപ്പിയിൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എനിക്കിപ്പം കാണാവുന്നത് സ്ക്രീനിലുള്ളത് ജോസഫ് സാറാണ്. ജോസഫ് സാറ് ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ജോസഫ് സാറിന്റെ മുറിയിൽ ഇപ്പൊ ഉണ്ട്. ഓക്കെ, എന്നാൽ ജോസഫ് സാറ് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് വേണ്ടി എവിടെയോ നമ്മുടെ സെൻട്രൽ പോയെന്ന് പറഞ്ഞല്ലോ. റിമെമ്പർ, കഴിഞ്ഞ ആഴ്ച ഒരു ഉണ്ടായിരുന്നല്ലോ. ആ സെന്ററിൽ ഉണ്ട്, എന്നാൽ സാറിന്റെ മുറിയിലില്ലാത്ത ഒരു 5 കാര്യം. ഇപ്പൊ ഒരു നെഗറ്റീവ് ചിന്ത ഇരിക്കുകയാണ് സാറിന്, മനസ്സാകെ തകർന്ന് അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സാറിനോട് പറയാണ്, ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ജോസഫ് സാർ എന്റെ ഒരു ക്ലയന്റ് ആണ്.
സോ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ അന്നേരം പറയാണ്, കഴിഞ്ഞ ആഴ്ച ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് പോയല്ലോ, സാറിന്റെ മുറിയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ആ ഓഫ്ലൈൻ നടത്തിയ ഹോളിൽ ഉള്ളതും സാറിന്റെ മുറിയിൽ ഇല്ലാത്ത ഒരു 5 കാര്യങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ. പറയണോ? ഒന്ന് പറഞ്ഞോ. പ്രൊജക്ടർ ഇല്ല. ഓക്കെ. 2 ആംപ്ലിഫയർ ഇല്ല. AC പിന്നെ അത്രയും കസേരകളൊന്നും ഇല്ല. അത്രയും കസേരകളില്ല. 4 ഇനി ഒരെണ്ണം കൂടെ വേണം. ട്രെയിനർ ഇല്ല. ട്രെയിനർ ഇല്ല. ഓക്കെ. അപ്പൊ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ അവിടെ ഇല്ല. ഓക്കെ. ഇനി എനിക്കിപ്പം വേണ്ടത്, ഞാൻ ഫാദർ മാത്യുവിനെ ഇവിടെ കാണുന്നുണ്ട്. മാത്യു അച്ഛാ, ഒരു 4 സൗണ്ട് പറയച്ച. അച്ഛന്റെ മുറി ഇരുന്നിട്ട് ഒരു 4 സൗണ്ട് ഒന്ന് പറ. ഷൗട്ടിംഗ്. ആരുടെ ഷൗട്ടിംഗ്? പുറത്തെ ഷൗട്ടിംഗ് കേൾക്കാവോ? ഓക്കെ. 1. പിന്നെ ബസ് പോകുന്ന ശബ്ദം. 2. കാരോളിന്റെ ശബ്ദം. 3. ഒരെണ്ണം കൂടാ. പ്രാർത്ഥന. 4. ഇപ്പൊ ഞാനും കൂടെ പറയുന്നുണ്ടല്ലോ, 5 ആയില്ലയോ? ഓക്കെ. അപ്പൊ 4 സൗണ്ട് കേട്ട്. ഓമന ടീച്ചർ എന്നും പറഞ്ഞൊരു മാഡം ഒരു 3 സ്ഥലത്ത് ഒന്ന് തൊട്ടെ. ഓക്കെ. 2, 3. ഓക്കെ. 3 ടച്ച്. ഇനി എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അവിടെ അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാർ ഉണ്ട്. സാറെ 2 അടുത്ത്. ഓക്കെ. സാറെ 2 ഒന്ന് മണത്തിയേ. ടേബിളിലോ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും എടുത്ത് മണത്തിക്കോ. ഞാനിവിടെ പൗഡർ മണക്കുന്നു. പിന്നെ വേറെന്താ? പിന്നെ തലയണ മണക്കുന്നു. ഓക്കെ. 2 ഇനി ആരാണ് അവിടെ ഉള്ളത്? ജോബിൻ മാത്യു സാർ ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജോബിൻ മാത്യു, ഡു വൺ തിങ്, ഒന്ന് ടേസ്റ്റ് ചെയ്തേരെ. ചെയ്തു സാർ. എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്തോ? തൊട്ടോ? കയ്യോ പേനയോ എന്താ മൊബൈലോ എന്ത് വേണേലും എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്തേരെ. ഓക്കെ. ചെയ്തു. ഇത് 5 കാര്യമാണ്. ഇവിടെ ചെയ്യേണ്ട വേറൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്ലയന്റിന് കൊടുക്കുമ്പോൾ മനസ്സ് അത്രമാത്രം നെഗറ്റീവ് ആകുലതപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ 5, 4, 3, 2, 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി 5 കാണാനായിട്ട് ചിലപ്പോൾ എളുപ്പമായിരിക്കും. എന്നാൽ 5 സ്മെല്ല് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റ് അവിടെ നിന്ന് എണീറ്റ് പോകേണ്ടി വരും. 5 ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ട്. ഈ സമയത്ത് ഈ എന്തൊക്കെയാണോ അപ്പൊ സൗണ്ട് ഇപ്പം എന്താ പറഞ്ഞേക്കുന്നത്, എന്താ പറയാ, അച്ഛൻ 4 സൗണ്ടിന് വേണ്ടി അച്ഛന്റെ ചിന്ത ഓൾറെഡി മനസ്സിലത്തെ വിഷമം മാറി. അച്ഛൻ ചിന്തിക്കുന്നത് ആ കരോളിന്റെ സൗണ്ട് കേൾക്കുന്നു, വണ്ടിയുടെ സൗണ്ട്. അപ്പോൾ എന്താണ് ആ ചിന്ത, ആ പ്രസന്റ് സ്റ്റേറ്റിൽ നിന്നും ഇതിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഈ കൺട്രോള് ചിന്തകളെ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഈ ഒരു തെറാപ്പി ഈ വരുന്ന പേഷ്യൻസിനോട് പഠിപ്പിച്ചു വിടാം. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങോട്ട് തിരിച്ചും മറിച്ചാണ്. ഇപ്പൊ ഞാൻ 5 കാണാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണേൽ 5 തൊടാൻ പറയുക, 4 ടേസ്റ്റ് ചെയ്യാൻ പറയുക, 3 സ്മെല്ല് ചെയ്യാൻ പറയുക, 2 കാണാൻ പറയുക. ഓക്കെ. സോ ഇതുപോലെ നമുക്ക് 1 കേൾക്കാൻ പറയുക. അപ്പോൾ ഇതാണ് 5, 4, 3, 2, 1 എന്ന തെറാപ്പി. ഓക്കെ. എവരിബഡി ക്ലിയർ നൗ? അപ്പൊ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഇനി there is something called the GARD, ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ എന്നാണ് ഫുൾ പേര്. ആകുലതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരെണ്ണമാണ് ഗാർഡ് എന്ന് പറയുന്നത്, ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ. ഗാർഡ് ഇതിനകത്തുള്ള പ്രത്യേകത എന്താണ്? അൺകൺട്രോൾഡ് ആണ്, വളരെ ഇന്റൻസീവ് ആണ്, അൺഫോക്കസ്ഡ് ആണ്, വെരി ക്രോണിക് ആണ്, അൺപ്രൊഡക്റ്റീവ് ആണ്. ഈ വ്യക്തികൾക്കറിയാം ഇങ്ങനെ കിടന്ന് തല പുണ്ണായത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, എന്നാലും കിടന്ന് ഇങ്ങനെ ചിന്തിച്ച് കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫിസിയോളജിക്കൽ സിംറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. 2/3 സ്ത്രീകൾക്കായിരിക്കും GAD, ഗാർഡ്. ഒപ്പം 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് കൂടുതലും ഗാർഡ് കാണാൻ സാധിക്കുന്നത്. ഡസൻ മീൻ പുരുഷന്മാർക്ക് ഇല്ലെന്നുള്ളതല്ല. ഔട്ട് ഓഫ് 3, 2 വിൽ ബി ലേഡീസ്. അപ്പോൾ 45 ഇയേഴ്സ്, ദെൻ എബവ് 45 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ മുമ്പിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്ക് പ്രായം എത്രയെന്ന് ചോദിച്ചു, ലേഡി ആണെന്ന് മനസ്സിലായി. അപ്പോൾ 2 ആഴ്ച അല്ലെ 3 മാസം കൊണ്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ആങ്സൈറ്റീസ് ഉണ്ടാക്കിയാണ്. അപ്പൊ അവർക്കുണ്ടായേക്കുന്നത് എനിക്കറിയാം, ഇതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിച്ച് അങ്ങ് പോവുകയാണ്, പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ദ പേഷ്യന്റ് ഈസ് സഫറിങ് ഫ്രം ഗാർഡ്, ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ. ഇത് ഒരു വകഭേദമാണ്
നമ്മൾ നേരത്തെ പറഞ്ഞ പാനിക് ഒരു വകഭേദമാണ്, ഫിയർ ഒരു വകഭേദമാണ്. ഇനി വേറെണ്ണമാണ് പാനിക് ഡിസോർഡർ വിത്ത് അഗ്രോഫോബിയ ആൻഡ് വിത്തൗട്ട് അഗ്രോഫോബിയ. ഇതും ആങ്സൈറ്റിയുടെ വേറൊരു സബ് ആണ്. ഷോർട്ട് ഫോമിൽ PD ആൻഡ് PDA എന്ന് പറയും. പാനിക് ഡിസോർഡർ വിത്ത് അഗ്രോഫോബിയ ആൻഡ് വിത്തൗട്ട് അഗ്രോഫോബിയ. ഈ അഗ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു ജർമ്മൻ ഡോക്ടർ കാൾ വെസ്പാൾ ആണ് ഈ രോഗം കണ്ടെത്തിയത്. വിത്ത് അഗ്രോഫോബിയ, വിത്തൗട്ട് അഗ്രോഫോബിയ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ വ്യക്തികൾക്ക് ഉണ്ടാകാവുന്നത് വിത്ത് അഗ്രോഫോബിയ ആൻഡ് വിത്തൗട്ട് അഗ്രോഫോബിയ. അതിന്റെ പ്രത്യേകത സിവിയർ അൺഎക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്ക് ഉണ്ടാകുകയാണ്. മാത്രമല്ല നിയന്ത്രണം വിട്ടുപോകുമോ, മാത്രമല്ല ആ വ്യക്തി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തികളുടെ പ്രത്യേകത വിത്ത് അഗ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ദേ നെവർ ഗോ ടു എ സൂപ്പർ മാർക്കറ്റ്. ബാക്കി എല്ലാ സ്ഥലത്തും പോകും. പള്ളിപ്പെരുന്നാളിന് പോകും, CPM-ന്റെ സമ്മേളനത്തിന് പോകും, ഓക്കെ, ആഘോഷങ്ങൾക്ക് പോകും, എന്താ പറഞ്ഞേക്കുന്ന തൃശ്ശൂർ പൂരത്തിന് പോകും. പക്ഷേ മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുണ്ടാകുന്നു, അവർ കൊളാപ്സ് ആകുന്നു. ആൻഡ് ഇൻ വിച്ച് കേസ് ദ പേഷ്യന്റ് ഈസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ. സോ അങ്ങനെയുള്ളവർ തമാശയായിട്ട് നമ്മളിപ്പോൾ അവരുടെയൊക്കെ ചോദിക്കും, പറയുന്നതാണ് ഡോക്ടർ ഉണ്ടോ, ആംബുലൻസ് ഉണ്ടോ, എങ്കിൽ ഞാൻ വരാം. ലുലു മാളിൽ പോകത്തില്ല, ഇതുപോലെയുള്ള മോളുകളിൽ പോകില്ല. അതാണ് വിത്ത് അഗ്രോഫോബിയ. വിത്തൗട്ട് അഗ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മോൾ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ആൾക്കൂട്ടം വരുന്ന എല്ലാ സ്ഥലങ്ങളിനോടും അവർക്കുണ്ടാകുന്ന പേടി. അവർക്കുണ്ടാകുന്ന പേടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, പാനിക് അറ്റാക്ക് ഉണ്ടാകും. അപ്പൊ അവർക്ക് അൺകൺട്രോൾ ആയിരിക്കും. സോ ഇതാണ് PD ഓൺ PDA, പാനിക് ഡിസോർഡർ വിത്ത് അഗ്രോഫോബിയ ആൻഡ് വിത്തൗട്ട് അഗ്രോഫോബിയ. അഗ്രോഫോബിയ മീൻസ് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ലുലു മോൾ അതുപോലെയുള്ള മോളുകളിൽ പോകാൻ മാത്രം പേടിയുള്ളവരുണ്ട്. ചിലർക്ക് ലുലു മോൾ എന്നുള്ളതല്ല, ആൾക്കൂട്ടത്തിൽ വരുമ്പോൾ പാനിക് ഉണ്ടാക്കി കൊളാപ്സ് ആവും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോഷ്യൽ ആങ്സൈറ്റി ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് ഞാൻ വരുന്നുണ്ട് സാറേ, ഞാൻ വരുന്നുണ്ട്. അടുത്തത് അത് തന്നെയാണ് സ്പെസിഫിക് ഫോബിയ. സ്പെസിഫിക് ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഓബ്ജക്റ്റിനോടോ സിറ്റുവേഷനോടോ ഉള്ള പേടി. സ്പെസിഫിക് ഇപ്പം കത്തി പേടിയുള്ളവരുണ്ട്, അയൺ ബോക്സിനെ പേടിയുള്ളവരുണ്ട്, കത്രിക കൊണ്ട് കൈ മുറിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ പേടി. ഇതേ നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പെസിഫിക് ഫോബിയ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ വി ആർ സപ്പോസ് റൈറ്റ് ഡൗൺ വെരി ക്ലിയർലി. അപ്പൊ വെറുതെ ഫോബിയ എന്ന് എഴുതാൻ പാടില്ല, നമുക്ക് മാർക്കും കിട്ടത്തില്ല, ഇതും കിട്ടത്തില്ല, സാലറിയും കിട്ടത്തില്ല. സോ വി ഹാവ് ടു റൈറ്റ് സ്പെസിഫിക് ഫോബിയ ബ്രാക്കറ്റിൽ ദിസ് ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുക്കണം. സോ അതും ഇതുമായി ബന്ധപ്പെട്ട വേറെ തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള ഈ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പേടികൾ വരുന്നത് 5 കാരണം. ഒന്ന്, ബ്ലഡ് ഇഞ്ചുറി, രക്തം, നീഡില്, ഇതുമായി ബന്ധപ്പെട്ട സാധനമാണ് ഒന്നാമത്തെ മനുഷ്യന്റെ പേടിയുടെ ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ബ്ലഡ് ഇഞ്ചുറി ആൻഡ് നീഡിൽ ഫോബിയ എന്ന് പറയും. ചിലർക്ക് രക്തം കാണുന്നത് അങ്ങേയറ്റത്തെ പേടിയാണ്. അതോടെ കുത്തിവെപ്പ് എടുക്കുന്നതും ചിലർക്ക് ഭയങ്കര പേടിയാണ്. രണ്ടാമത്തെ വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ എൻവയറമെന്റൽ ടൈപ്പ്. നാച്ചുറൽ എൻവയറമെന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, സുനാമി, ഓഹി, ഉരുൾപൊട്ടൽ, ഈ മഴ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ മഴക്കാറുണ്ടെന്ന് കേട്ടാൽ അന്നേരം തന്നെ കയറി മുറിയിലങ്ങ് തങ്ങിക്കളയും. സോ ഇതൊക്കെ ഈ നാച്ചുറൽ കലാമിറ്റി എൻവയറമെന്റൽ ടൈപ്പ് എന്ന ഗ്രൂപ്പിൽ വരും. വേറൊരെണ്ണം ആനിമൽ ടൈപ്പാണ്. നമുക്കറിയാം പട്ടി, പാമ്പ്, തേൾ, ഇങ്ങനെയൊക്കെ ഉള്ള സാധനത്തിനോട്. പിന്നെ സിറ്റുവേഷൻ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അവർക്കുണ്ടാകുന്ന ആകുലത. പ്രത്യേകിച്ച് എന്താണ്, ഇപ്പൊ ചില ക്രിസ്മസ് പപ്പാജിനെ പേടിയുള്ളവരുണ്ട്, ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ളവരുണ്ട്, എസ്കലേറ്റർ കയറാൻ പേടിയുള്ളവരുണ്ട്, സിനിമാ കൊട്ടകയിൽ വരാൻ പേടിയുള്ളവരുണ്ട്, സൗണ്ടിനോട് പേടിയുള്ളവരുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇതൊന്നിനും പെടാത്തവരെ നമ്മൾ അതർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്നത് തന്നെയാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, സോഷ്യൽ ഫോബിയ ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരെണ്ണം കൂടെ ഉണ്ട്, സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. നമ്മൾ കൊച്ചു കുട്ടികളെ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേര് കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് കുട്ടികൾക്ക് മാത്രം കാണുന്നതാണ്. 18 വയസ്സിന് മുമ്പ് എന്താണ്, എക്സസീവ് ഫിയർ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്, തനിക്കോ തൻ്റെ ഗാർഡിയനോ പേരൻസോ തമ്മിൽ വിട്ടു തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കണക്ഷൻ പോകും, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും എന്നൊരു അമിത പേടി.
അതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി. ഇത് കാണാൻ സാധിക്കും. ഈ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ആദ്യത്തെ ആഴ്ച ചെല്ലുമ്പോഴത്തേക്ക് സ്കൂൾ ഉച്ചകഴിഞ്ഞ് ക്ലാസ് കാണത്തില്ല. പേരൻസ് ആരെങ്കിലും അവിടെ ഒളിച്ചു മാറി ഇരിപ്പുണ്ടായിരിക്കും. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ കൊച്ചിങ്ങനെ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 + 1 = 2, A for apple, B for apple എന്ന് പറയും ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് മമ്മീനെ ചൂണ്ടിക്കാണിക്കെ. സോ ഇത് സെപ്പറേഷൻ ആങ്സൈറ്റിയാണ്. ചില കുട്ടികൾ 3 വയസ്സ് 5ാം ക്ലാസ്സിലൊക്കെ ആയാൽ പോലും ഈ അമ്മയുടെ ചുരിദാറിന്റെ അറ്റം ഇങ്ങനെ പിടിച്ചിങ്ങനെ കറങ്ങി നിപ്പുണ്ടായിരിക്കും. ഇത് അവർ വിട്ടുമാറില്ല. ആൻഡ് ഐ ഹാവ് എ പേഷ്യന്റ് നൗ, ഈവൻ ദ 5th സ്റ്റാൻഡേർഡ്, ദ പേഷ്യന്റ് ഈസ് നോട്ട് ഏബിൾ ടു ഗോ ടു ദ സ്കൂൾ. 5ാം ക്ലാസ് ആയി. അവൻ പറഞ്ഞ് ഞാൻ പോയി തീർന്നാലേ അമ്മയ്ക്ക് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു അവിടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ജോലിക്ക് പോകുന്നതല്ലേ, പിന്നെ ഞാൻ അതെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്കൂളിൽ പോക്ക് നിർത്തി. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോൾ ഇതിന്റെ 18 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ 10 ക്ലസ്റ്റർ ABCയുടെ അകത്ത് ആ C എന്ന് പറയുന്നതിനകത്ത് നമ്മൾ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞുള്ള ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരെണ്ണത്തിന്റെ ജൂനിയർ, മൂത്താപ്പായി ഇളയപ്പ എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇത് കുഞ്ഞു കുട്ടികളിൽ കാണുന്നതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. ഇനി വേറെ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു സബ് ഡിവിഷൻ ആണ് ആകുല. ഇതെല്ലാം ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടതിന്റെ കീഴിൽ വരുന്ന രോഗങ്ങളാണ്. സ്കൂൾ ഫോബിയ കുട്ടികൾക്കുണ്ടാകുന്ന വേറൊന്നുമാണ്. അവർക്ക് ഇതിന്റെ ഒരു പ്രത്യേകത, സ്കൂളിനോടോ ടീച്ചറിനോടോ കളിക്കളം, ലാബ്, ക്ലാസ് റൂം, ഇതുമായി ബന്ധപ്പെട്ട എൻവയറമെന്റ്, പ്രിൻസിപ്പൽ, ഇവരുമായിട്ടൊക്കെ ഉള്ള എന്തോ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിന്റെ പരിണിത ഫലമായിട്ട് ദ ബേബി ഈസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ സ്കൂൾ. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കുക. ഇതൊരു സ്കൂൾ ഫോബിയയാണ്. അപ്പോൾ സ്കൂൾ ഫോബിയയിലും ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്, ആ ഒരു സിറ്റുവേഷൻ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അതും ഒരു ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടതിന്റെ വേറൊരു ഡിസോർഡർ ആണ്. ഇനിയാണ് സാറ് ചോദിച്ചിരിക്കുന്ന സോഷ്യൽ ഫോബിയ. ഈ സോഷ്യൽ ഫോബിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പേടിയുണ്ട്. പേടിയേക്കാളും കൂടുതലായിട്ട് വേദനാജനകമായിട്ടുള്ള നാണക്കേടാണ്. ആ വാക്ക് അടിയിൽ വരയിടണം. ഇറ്റ്സ് എ പെയിൻഫുൾ ഷൈ. അതാണ് ഈ സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റിയുടെ പ്രത്യേകത. ഇതിനകത്ത് ഓൾറെഡി ആകുലതയുണ്ട്, അതോടൊപ്പം പേടിയുണ്ട്. ഇതിനേക്കാളും ഉപരിയായിട്ട് സോഷ്യൽ ഫോബിയയുടെ പ്രത്യേകത നാണക്കേടുണ്ട്. ഒന്നുകിൽ ഇതിനു മുമ്പ് എന്തോ പെർഫോം ചെയ്ത് ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടി, പിന്നെ ആ വ്യക്തിക്ക് പബ്ലിക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങ് ഉപയോഗിക്കുന്ന പേരുകൾ മുഴുവനും ഫോബിയ എന്നാക്കി, അല്ലെ ആങ്സൈറ്റി നിന്നാക്കിയിട്ട്. പക്ഷെ ഇതിന്റെ റൂട്ടായിട്ടുള്ള ഒരു ഡീപ് കോസ് ഷൈനസ് എന്നൊരു വാക്കാണ്. സാറിന് ഇപ്പൊ ക്ലിയർ ആയി കാണും. നേരത്തെ ചോദ്യം ചോദിച്ച മറ്റേന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനോ ആ ഒരു സ്ഥലത്ത് പോകാനായിട്ടോ ആൾക്കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാനിക് ഉണ്ടാക്കുന്ന, അറ്റാക്കായി മരിക്കും എന്നുള്ള പേടി കൊണ്ട് പോകാതിരിക്കുന്നതാണ്. അതാണ് ഈ പാനിക് അറ്റാക്ക് വിത്ത് അഗ്രോഫോബിയ, വിത്തൗട്ട് അഗ്രോഫോബിയ എന്ന് പറയുന്നത്. എന്നാൽ ഈ സോഷ്യൽ ഫോബിയയുടെ അകത്ത് പാനിക്കിന്റെ പേടിയുണ്ട്, ഫിയർ ഉണ്ട്. ഇൻ അഡീഷൻ ഷൈനസ് ഒരു ലീഡിങ് കോസാണ്. മറ്റേതിനകത്ത് നാണക്കേടല്ല, ഈ പറഞ്ഞിരിക്കുന്ന അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള പേടിയും ആണ്. ക്ലിയർ ആയോ സാറേ? ക്ലിയർ ആയി. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇടപെട്ടോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇപ്പൊ ഈ മാസ്ക് വെച്ചോണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ഒരു പ്രശ്നമില്ലാത്ത ഒരു സോഷ്യൽ ആങ്സൈറ്റിയുടെ വേറൊരു ഭാഗമാണെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അച്ഛന്റെ ഒരു കോൺട്രിബ്യൂഷൻ നന്നായിരിക്കും. ഇതിനകത്തുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ മാസ്ക് വെച്ചാൽ ഉണ്ടാകുന്ന നന്മ എന്ത്, അതിന്റെ വീക്ക്നെസ് എന്താന്നുള്ളത് കോവിഡ് സമയത്ത് നമ്മൾ അതിന്റെ തീവ്രതയിൽ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അപ്പോൾ അതൊരു ബേസിക് ആയിട്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, ഈ മാസ്ക് നമ്മുടെ ആ ഒരു വർഷക്കാലത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. എന്നാൽ അത് കഴിഞ്ഞും ഇന്നും പല ആൾക്കാർക്ക് അന്ന് കിട്ടിയിരിക്കുന്ന ട്രോമ ഇന്നും അവരത് ആക്റ്റീവായിട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഒരാൾ ചുമച്ചാലോ ഒരാൾ തൊട്ടാലോ ആൾക്കൂട്ടം വന്നാലോ ഇതിനെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലും കോവിഡിന് ശേഷം അതിനേക്കാളും ഭീകരമായിട്ടുള്ള മറ്റു പലതും വരുന്നുണ്ട് എന്നുള്ള ഒരു ഫിയർ എല്ലാവരിലേക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇൻ അഡീഷൻ നമ്മൾ നോക്കിക്കാണുന്ന മെഡിക്കൽ ഫീൽഡിലെ എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും ഏത് ആശുപത്രി പോയാലും ഏത് ക്ലിനിക്കിൽ പോയാലും ഇവൻ ബ്ലഡ് എടുക്കാൻ നിൽക്കുന്ന ചേട്ടത്തി ആണെങ്കിൽ പോലും മാസ്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത്.
അപ്പൊ ഇവരൊക്കെയാണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ നോക്കിക്കാണുന്ന വ്യക്തികൾ. ആ വ്യക്തികള് അവർക്കറിയാം പല പേഷ്യന്റ് വരുന്നതുകൊണ്ടുള്ളതാണ്. പക്ഷെ ഈ നമുക്ക് കാണുമ്പോൾ എന്താണ്, നമ്മൾ ആരോഗ്യ മേഖലയിൽ നോക്കിക്കാണേണ്ട സോ കോൾഡ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നവർ പോലും ഈ ഒരു മാസ്ക് ഇപ്പോൾ എല്ലാ മേഖലയിലും അവർ വെച്ച് നടക്കുന്നത് കൊണ്ട് ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാതെ ഒരു ഉൾഭയമായി തീർന്നു. ആ ഉൾഭയമാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇന്ന് അത്രമാത്രം പേടിക്കത്തക്ക അവസ്ഥകളൊന്നും തന്നെ ഇല്ല. എന്നാലും ചില ആൾക്കാർ നമ്മൾ ടൗണിൽ കൂടെ നടക്കുമ്പോഴും കാണാൻ സാധിക്കും മാസ്ക് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാര്യം ചില സമയത്ത് ചിലത് പൊട്ടിപ്പുറപ്പെടുന്നു, ചില പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ രണ്ടുപേരായെന്ന് പറയും. ഇപ്പം ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ മങ്കി പോക്സ് ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നിപ്പം വീണ ജോർജ് പറയുന്നത് കേട്ട് പേഷ്യന്റിന്റെ 2 ആയെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ കൺസേൺ. അപ്പൊ അതിന്റെ നമ്പർ 1 പ്രിക്കോഷൻ ആയിട്ട് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്, ഡയറക്റ്റ് സപ്പോസ് ഇഫ് യു ഗോ എന്താ പറഞ്ഞേക്കുന്നത് 1 മീറ്റർ 2 മീറ്റർ അടുത്ത ആ പേഷ്യന്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ ദർ ഇസ് 90% പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സിക്നസ്. അപ്പൊ പിന്നെ ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ മാസ്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഇത് നാളത്തെ പേപ്പറിലും മന്ത്രി പറയുന്നത് കൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആർക്കൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ വേണിയച്ചൻ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഇനിയിപ്പോ നാളെ എന്നെ കാണാൻ വേണ്ടി വരികയാണ്. ജോബിൻ സാർ നാളെ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനിപ്പോ എവിടെ നിന്നാ വരുന്ന, ഞാൻ ഇന്നലെ കണ്ണൂർ എവിടെ ആയിട്ടാ, ആ പരിയാരം മെഡിക്കൽ കോളേജിന്റെ പറയുന്നു. എന്തോന്ന് പരിയാരം മെഡിക്കൽ കോളേജ് അവിടെ അല്ലേ അച്ഛാ ഇത് കേട്ടാൽ മാത്രം മതി, അറിയാതെ മാസ്ക് കൈകൊണ്ടുപോകും. മനുഷ്യന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഉണ്ടാകാവുന്ന വികാരമാണ്. അതായിരിക്കും കുറെ ആൾക്കാർ എന്താണ് ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ക്ലിയർ ആയി സാറേ? ഈ സംസാരിക്കാൻ മനുഷ്യർ ഇടപെടാനുള്ള മടി അതിനൊരു കവറായിട്ട് ആരും ഉണ്ടായിരിക്കാൻ വേണ്ടി മാസ്ക് വെക്കുന്നവരില്ലേ ഇൻട്രോവേർട്ട്. അതിപ്പോൾ കോവിഡിന് ശേഷമാണ്. കോവിഡിന് മുമ്പ് ഈ പറയുന്ന മാസ്ക് ഇല്ലായിരുന്നല്ലോ സാറേ. അതേ ജനങ്ങളും ഉണ്ടായിരുന്നു, അതേ ആൾക്കാരും ഉണ്ടായിരുന്നു, ഈ വ്യക്തിയും ഉണ്ടായിരുന്നു, വ്യക്തിക്ക് ഓൾ ദ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അന്ന് മാസ്ക് കിട്ടാനില്ല, ഇപ്പോഴല്ലേ മാസ്ക് അറിഞ്ഞു വരും. എന്റെ സുഖം മനസ്സിലാക്കിയപ്പോഴല്ലേ. അപ്പൊ ഇപ്പം വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് കണ്ടല്ലോ. ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരൊക്കെ എന്താ പറയാ, മുഖം കാണത്തക്ക രീതിയിലുള്ള ഗ്ലാസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് പോയില്ലേ. സോ ചിലർക്ക് അതിപ്പോ ചിലർ അതിന്റെ പാഷനായി, ചിലർ അന്ന് ആ സമയത്ത് ഇറങ്ങുന്ന ചുരിദാറിന്റെ കളറുള്ള മാസ്കായി. അപ്പോൾ അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ടെ അതിന് നമുക്ക് ഒരു പ്രത്യേകം പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും കോൺവെർസേഷനിൽ മാസ്ക് പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമ്മളോട് പറയുക. ഇവ നമ്മൾ ക്ലയൻസിനെ കാണാനിരിക്കുമ്പോഴും നമ്മൾ വെക്കേണ്ടതാണ്. കാര്യം നമ്മൾ മീറ്റ് ചെയ്യുന്നത് പല വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരാണ്. ദെയർഫോർ വി ഹാവ് ടു യൂസ് മാസ്ക്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ അമ്മയോടോ എൻ്റെ ഭാര്യയോടോ എൻ്റെ മക്കളോടോ എൻ്റെ അപ്പനോടോ അസ്വസ്ഥതകളോ രോഗങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പബ്ലിക് എൻകൗണ്ടറിൽ മാക്സിമം ഈ ഒരു സാധനം വെക്കുന്നത് അതൊരു പോസിറ്റീവ് ആണ്, എൻകറേജിങ് ആണെന്നാണ് നമ്മളോട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൂടെ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. യാ, ഇപ്പൊ കോവിഡിന്റെ ശേഷം അച്ഛനെ പറഞ്ഞ മാസ്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്, ഫോബിയ ആണോന്ന് അറിയത്തില്ല. സ്വന്തം കാലെടുത്ത് പുറത്ത് പോയാലും വേറെ ഒരിടത്തും ഇറങ്ങിപ്പോയില്ലെങ്കിൽ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സോപ്പിട്ട് കൈ കഴുകും. അതുണ്ട്. അത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23% OCD കോവിഡിന് ശേഷം കൂടി. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സസീവ് തോട്ട് ആൻഡ് കമ്പൾസീവ് ആക്ഷൻ, കൈ കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോവിഡിന് ശേഷം 23% വർദ്ധിച്ചു ലോകത്ത് 23% ഇൻക്രീസ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ പറഞ്ഞേക്കുന്നത്, കോവിഡിന്റെ ഒരു 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 ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാര്യം അത്രമാത്രം ഈവൻ ഭർത്താവ് കുടിച്ച ചായയുടെ ബാക്കിയുണ്ടെങ്കിൽ ഭാര്യ കുടിക്കുന്ന കാലം കോവിഡിന് മുമ്പുണ്ടായിരുന്നു. ഇന്ന് ഭർത്താവ് കുടിക്കുന്ന ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഡെറ്റോളിൽ കൊണ്ട് കഴുകിയിട്ട് വേണേ അവ കുടിക്കത്തുള്ളൂ. അപ്പൊ ആ അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് ആ ഒരു ഇറാഷണൽ ഫിയർ കൂടെ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരെണ്ണമാണ് പെർഫോമൻസ് ആങ്സൈറ്റി. എന്തെങ്കിലും പെർഫോം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പേടി, പാടാൻ പേടി, ആടാൻ പേടി, ഓടാൻ പേടി, ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഒരു ആമുഖം പറയാൻ പേടി. ഇത് കുട്ടികളെ പോട്ട് ഈവൻ നമ്മളെ പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് സ്വാഗതം പറഞ്ഞു, അയ്യോ അടുത്ത പ്രാവശ്യം ആകട്ടെ ഇപ്പം വേണ്ട, അല്ലെങ്കിൽ ഒരു മിനിറ്റ് പെട്ടെന്ന് പ്രസിഡന്റ് പറയുകയാണ്, ആ മാഡം ഒന്ന് നന്ദി പറഞ്ഞേരെ അച്ഛന്, അയ്യോ അത് നേരത്തെ പറയണ്ടല്ലായിരുന്ന, അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ എന്ന് പറയും. ഇത് പെർഫോമൻസ് ആങ്സൈറ്റി ആണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ആങ്സൈറ്റിയുടെ വേറെ സീരിയസ് ആയിട്ടുള്ള വേറൊരെണ്ണമാണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഈ PTSD എന്ന് പറയുന്ന രോഗത്തിൽ ഇതും ആങ്സൈറ്റിയുടെ കീഴിൽ വരുന്നതാണ്. ഒരു 3 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, PTSD യെ കുറിച്ച് പറയുമ്പോൾ പോസ്റ്റ് ട്രോമ, ബാക്കി കിടപ്പുണ്ട് ആഫ്റ്റർ ട്രോമ.
3 കാര്യങ്ങൾ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ആ വ്യക്തി, ഞാൻ നടന്ന് പുറത്തോട്ട് ബൈക്കും എടുത്തിട്ട് പോയി, പെട്ടെന്ന് എന്നെ ഒരു കാർ വന്നിടിച്ചു, അപ്പൊ എന്റെ കൈ ഒടിഞ്ഞല്ല തല പൊട്ടി, ഞാൻ നേരിട്ട് അനുഭവിച്ചു. 2, ഞാൻ നേരിട്ട് വിറ്റ്നസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ബസ്സും കാത്തു നിൽക്കുന്നു, എന്റെ കൂടെ നിന്ന ഒരു വ്യക്തി റോഡ് അങ്ങോട്ട് കടന്നു പോയപ്പോൾ ഒരു പാണ്ടിലോറി കൊണ്ടുവന്ന് ഇടിച്ച് അവിടെ pool of blood ആയി, and the patient was unconscious. I took the patient to the hospital. I have seen directly. That is a word. And the third one, first hand information. വെറുതെ ന്യൂസിലും സിനിമയിലും കണ്ടതല്ല, എനിക്ക് വിശ്വസനീയമായ വ്യക്തി, എന്റെ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞ് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് കണ്ട്, അത് കണ്ട സമയം തൊട്ട് എനിക്കുണ്ടാകുന്ന ഫ്ലാഷ് ബാക്ക്, ഞെട്ടലും, ഞെട്ടി എണീക്കുക, ഉറക്കം കിട്ടുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്താണ് നമ്മൾ പറയുന്നത് PTSD എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ദർ ഈസ് സംതിങ് കോൾഡ് ദ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ആൻഡ് PTSD. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഇൻസിഡൻസ് up to 6 months, we call it as the acute stress disorder. 6 മാസം കഴിഞ്ഞ് ജീവിതകാലത്ത് എന്തുണ്ടായാലും നമ്മൾ അതിനെ വിളിക്കുന്നത് PTSD. So the difference between acute stress disorder and PTSD എന്ന് പറയുന്നത് ഈ 6 മാസത്തെ സമയമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റ് പറ്റി, നമ്മുടെ അടുത്ത് ഒരു വ്യക്തിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് പെട്ടെന്ന് നമ്മുടെ ബുക്കിൽ PTSD എന്ന് എഴുതരുത്, മറിച്ച് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ. ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ കൂടുതലും ആണുങ്ങൾക്ക് സംഭവിക്കുന്നത്, അത് വിട്ടുകളാ പോട്ടെ, അതൊക്കെ സംഭവിക്കാൻ പറയും. പക്ഷെ അതിന്റെ വ്യത്യാസവും ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നുണ്ട്. അവർ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 60 to 70% അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ക്യാൻ ലീഡ് ടു PTSD. അതിപ്പം ആകണമെന്നില്ല, 20, 30, 40 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഉണ്ടാകാം. ബട്ട് ഓൺലി ദ ഡിഫറൻസ് 6 months ടൈം പീരീഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? സോ ആങ്സൈറ്റി ഡിസോർഡറിൽ ഏറ്റവും അവസാനത്തതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഒബ്സസീവ് തോട്ട് ആൻഡ് കമ്പൽസീവ് ആക്ഷൻ. അപ്പൊ കൈ കഴുകുന്നതാകാം, ചിലപ്പോൾ ഇങ്ങനെ എണ്ണം പറയുന്നതാകാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം OCDയുടെ ഭാഗമായിട്ട് ചിലർക്ക് അമിതമായിട്ടുള്ള ആകുലത ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാകാം. പല ടൈപ്പിലുള്ള OCDകൾ ലോകത്ത് അവൈലബിൾ ആണ്. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ കൊന്ത ചൊല്ലുന്ന ആൾക്കാരുണ്ട്, അതും OCDയുടെ തോട്ട്സ് ആണ്. അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യം. കൈ അമിതമായി വാഷ് ചെയ്യുന്നവര് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗ്യാസ് അടച്ചോന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും നോക്കും, വീടിന്റെ കഥ കടച്ചോന്ന് നൂറ്റി നോക്കും. ചെറുപ്പക്കാർ, പെൺകുട്ടികൾ കൂടുതലും തന്നെ രാത്രി ജനൽ അടച്ചോ നോക്കും, അഥവാ താഴത്തെ കുറ്റി അടച്ചപ്പോൾ മേളത്തെ കുറ്റി പോയോ വീണ്ടും എണീറ്റ് പോയി നോക്കും. സോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ 2 കാര്യം ഓർത്തേക്കുക. ഒന്ന് ഒബ്സസീവ് തോട്ട്, ആ തോട്ടിനെ എന്തെങ്കിലും ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുക. സോ അതാ ഇത്രയുമാണ് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേജർ ഡിസോർഡേഴ്സ്. സോ ഫാർ ക്ലിയർ നൗ? സർ, ഞാനൊരു സംശയം വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ഇതില്ല, ആങ്സൈറ്റി ഇല്ല. ഫ്യൂച്ചറിൽ എന്താവും, ഇനി അടുത്ത ഫ്യൂച്ചർ എന്താവും എന്നുള്ള അതിനെ കുറിച്ചുള്ള ആങ്സൈറ്റി. അത് തന്നെ, അതിനകത്ത് നാളെ കുറിച്ചുള്ള ആ വാക്കിൽ തന്നെ കിടപ്പുണ്ടല്ലോ. സോ അപ്രഹെൻഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ എന്നായി കഴിഞ്ഞല്ലോ. നമ്മുടെ 3 ആങ്സൈറ്റിയുടെ ക്രൈറ്റീരിയ: നെഗറ്റീവ് ബോഡി സിംപ്റ്റംസ്, നെഗറ്റീവ് മൂഡ് സ്റ്റേറ്റ്, ബോഡി സിംപ്റ്റംസ് വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ്, ദെൻ വാട്ട് യു കോൾ അപ്രഹെൻഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ. ഇൻ അപ്രഹെൻഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ, അതാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. എന്താ പറഞ്ഞേക്കുന്നത്? എനിക്ക് നാളെ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത. ദാറ്റ്സ് എ വെരി സിമ്പിൾ ക്ലിയർ കട്ട് ഐഡിയ ദാറ്റ് യു ആർ ഹാവിംഗ് ഓർ ദാറ്റ് പേഷ്യന്റ് ഈസ് സഫറിംഗ് ഫ്രം ആങ്സൈറ്റി. ക്ലിയർ ആയോ സാറേ? ഈ ഡിഗ്രി ഓഫ് ആങ്സൈറ്റി എങ്ങനെയാ മെഷർ ചെയ്യണം? ഡിഗ്രി നമ്മളിപ്പം വന്ന് ചേരുമ്പോഴത്തേക്ക് നമുക്ക് ചില ടെക്നിക്കുകളും ചില പൊടിക്കകളും കൊടുക്കാം. അപ്പൊ നമുക്ക് സ്കെയിലിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയും. സ്കെയിലിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ നോ ആങ്സൈറ്റി അറ്റ് ഓൾ. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പുറത്തില്ല, പെട്ടെന്ന് എനിക്ക് പുറത്ത് ചാടിച്ചാകണം, അത്രമാത്രം അവസ്ഥ. അപ്പോൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്കെയിലിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാം. 0 being the lowest one and 10 being the highest one, where do you stand right now?
In that case, the patient will be able to tell us, oh, it is almost like 9.5 or it's like 8 and so forth. I don't know. I'm not able to manage by myself. Then we started a session. Okay, a session at the end of the session, before the departure, we can ask that guy, okay, when you came, you told me 9.5. Now let me know, out of the 0 to 10, how do you rate your anxiety level? That's a simple format of anxiety level. പിന്നെ നമുക്ക് അവിടെ വെച്ച് തന്നെ ഞാനിപ്പം പ്രാക്ടിക്കലിലേക്ക് പോകാൻ പോകുന്നുണ്ട്. സോ അന്നേരം കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പം പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ വി വിൽ ബി ഏബിൾ ടു എന്താ പറഞ്ഞേക്കുന്നത് ഈ ആങ്സൈറ്റിയുടെ ലെവലിനെ അറിയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഇന്റർവെൻഷൻ കറക്റ്റ് ആയിരുന്നോ, നമ്മുടെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ കറക്റ്റ് ആയിരുന്നോ, കൗൺസിലിംഗിൽ എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഈവൻ 1 പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് യു ആർ എ കൗൺസിലർ. 2 പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് കൗൺസിലർ. ഒരു 3 പോയിന്റ് ആ വ്യക്തി 9.5 വന്നിട്ട് സപ്പോസ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ് വിത്ത് 6 പോയിന്റ് ഓർ 5 പോയിന്റ് ഓർ 4 പോയിന്റ്, യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. I see. Thank you. Okay, got it? Yeah. Yes, wonderful. Well, so അടുത്ത സൈക്കോതെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ എന്തൊക്കെയാണ്? ഒന്ന് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുത്തേക്കാം. ഒന്ന് റിലാക്സേഷന് എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഗാബായുടെ കാര്യം, അത് നമുക്ക് കൂടുതലും മെഡിക്കലാണ്, അത് വിട്ടേരെ. മഗ്നേഷ്യസിന്റെ അളവ് കൂട്ടുക. ആങ്സൈറ്റി പേഷ്യൻസിന് മഗ്നേഷ്യം ഡ്രൈഡ് പംകിൻ സീഡിൽ കിട്ടും, സൺഫ്ലവർ സീഡിൽ കിട്ടും, സ്പിനിഷിൽ കിട്ടും, സോയാബീനിൽ കിട്ടും. ഇത് മസിൽ റിലാക്സ് ചെയ്യാനും ബ്രെയിനിലെ ലുംബർ സിസ്റ്റത്തില് ലിംബിക് സിസ്റ്റത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ആ ACT റിലീസ് ചെയ്യുന്ന ഹോർമോണിനെ കാം ഡൗൺ ചെയ്യാൻ മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്രീനോ കോർട്ടിക്കോട്രോഫിക്. സോ വി ഓൾറെഡി സെഡ് അബൌട്ട് വെൻ there is a fear or panic in a patient, the patient automatically shows some kind of bodily reaction. ആ ബോഡി റിയാക്ഷനെ കാം ഡൗൺ ചെയ്യിപ്പിക്കാൻ മഗ്നീഷ്യത്തിന്റെ അളവിന് നല്ലതാണ്. അത് ഈ പറഞ്ഞ സാധനത്തിൽ കിട്ടും. ഈഫ് നോട്ട്, ടാബ്ലറ്റ് ഓൾസോ വിൽ ബി അവൈലബിൾ. ദെൻ വൈറ്റമിൻ B കോംപ്ലക്സ്. സോ അതിന് ഏറ്റവും നല്ലത് നമ്മുടെ പേഷ്യൻസിന്, അതിപ്പോ ഓവർ ദ കൗണ്ടറിൽ കൊടുക്കുക. നമ്മൾ ആരും തന്നെ ഡോക്ടറാണോ നിർബന്ധമില്ല. ഈ ന്യൂറോബയോൺ ഫോർത്തെ എന്നും പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. അത് ഡെയിലി ആഡ് ചെയ്യാൻ പറയുക. അതിപ്പോ ഡോക്ടർ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 3 മാസത്തേക്ക് വരെ വി ക്യാൻ ഗീവ്. ഒരു ഡെയിലി ഒരെണ്ണം വെച്ച് എടുക്കാൻ പറഞ്ഞാൽ മതി രാവിലെ. ന്യൂറോബയോൺ പലതുണ്ട്. ന്യൂറോബയോൺ പ്ലസ് ഉണ്ട്, ന്യൂറോബയോൺ ഫോർത്തെ, FORTE, ന്യൂറോബയോൺ ഫോർത്തെ. അത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ B2, B3, B4, B6, B9, B12. അതിൽ B9 ഉം B12 ഉം മാനസിക സമ്മർദ്ദത്തിൽ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ്. സോ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. പിന്നെ ഓർഗാനിക് ചിക്കൻ, ഫിഷ്, ബീൻസ്, ഇതൊക്കെ ഹെൽത്തി ഫുഡാണ് ഡിപ്രസീവ് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഗ്രീൻ ലീവ്, അവക്കാഡോ, omega-3, ട്യൂണ ഫിഷ്, സാൽമൺ. അടുത്ത എൽത്തയാമൈൻ എന്ന് പറഞ്ഞൊരു സാധനം, അത് നമുക്ക് ഗ്രീൻ ടീയിലും ബ്ലാക്ക് ടീയിലും കിട്ടും. ഇതും ആങ്സൈറ്റി പേഷ്യൻസിനുള്ളതാണ്. ബട്ട് പൊതുവെ നമ്മൾ ആങ്സൈറ്റി പേഷ്യൻസിന് ചായയും കാപ്പിയും മദ്യവും നോ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ റെഗുലർ എക്സർസൈസ്, മെഡിറ്റേഷൻ. ഞാൻ ആങ്സൈറ്റിക്കും ഡിപ്രഷനും കൂടുതലും മെഡിറ്റേഷനെ പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ എറണാകുളത്ത് നല്ലൊരു മെഡിറ്റേഷൻ ഗുരു ഉണ്ട്. സോ ഒരു ഫെസിലിറ്റേറ്റർ. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആർക്കെങ്കിലും ഇതുപോലെയുള്ള പേഷ്യന്റ് വിടണമെങ്കിലോ കുട്ടികൾക്കോ, പ്രത്യേകിച്ച് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്, എത്ര പ്രായമുള്ളവർക്കും ആകുലതയോ ഡിപ്രഷനോ ടെൻഷനോ അതുപോലെ പഠനത്തിലെ കോൺസെൻട്രേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ തെറാപ്പി വളരെ, അത് ഇറ്റ് ഹാസ് ബിക്കം എ തെറാപ്പി നൗ. ഓക്കെ. ദെൻ സോ ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ ഓഫ് ദ ആങ്സൈറ്റി. വേറൊന്ന് എന്താണ്, ജേണൽ ചെയ്യിപ്പിക്കുക. ഇത് എപ്പം തുടങ്ങി, എത്ര നാൾ നിന്ന്, എന്ത് ചെയ്തപ്പം പോയി, ഈ 3 കാര്യങ്ങൾ ജേണലി. അത് നിർബന്ധമായിട്ട് ഇവർക്കൊരു ഹോംവർക്കായിട്ട് കൊടുക്കാവുന്നതാണ്. എപ്പോൾ തുടങ്ങി, അതിന്റെ ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, എത്ര നാൾ കഴിഞ്ഞ് തീർന്ന്. അടുത്തത് ഈറ്റ് സംതിങ് വെരി ക്വിക്ക്. ആകുലതയുള്ളവർക്ക് അറിയാതെ തന്നെ ഉഷ്ണേന ശാന്തി. ഓക്കെ. ഈറ്റ് സംതിങ് വെരി ക്വിക്ക്, പടപടപടാ തീറ്റിക്കുക. ഇതും ആങ്സൈറ്റിക്ക് ആൾക്കാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്.
ഹോട്ട് വാട്ടർ ഷവർ, ചൂടുവെള്ളത്തിലെ കുളി ആങ്സൈറ്റിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. Then find out the core of anxiety. ഇപ്പൊ നമ്മൾ കുറെ ബയോളജിക്കൽ കോഴ്സ് പറഞ്ഞ്, സോഷ്യൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞ്, സൈക്കോളജിക്കൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞ്, എൻവയറമെന്റൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞ്, ഇതിൽ ഏതാണ് ഇപ്പോഴത്തേക്ക് നമ്മെ നയിച്ചെന്നുള്ളത്. സോ ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രാസ്പ്, then it will be very hopeful for us, especially down the road. Then പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ആന്റി ആങ്സൈറ്റി മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള കാര്യമാണ്. റീഡ് സൈക്കോ എഡ്യൂക്കേഷണൽ ബുക്ക്. അത് മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ടുള്ള ബുക്സുകൾ അവരുടേക്ക് വായിക്കാൻ പറയുക. മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ ബുക്സുകൾ കൊടുക്കുക. ദെൻ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, അത് ഞാനിപ്പോ ഇവിടെ പഠിപ്പിക്കാം. ഇതൊന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഓർത്തേരം, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. PMR എന്ന് പറയും, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇപ്പൊ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയുന്ന PMR. ദെൻ ഗൈഡഡ് ഇമാജിനറി, ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെ അവരിങ്ങനെ മാനസികമായിട്ട് കണ്ണടച്ചു പിടിച്ച് അവരെ കൊണ്ടുപോവുക, ഗൈഡഡ് ഇമാജിനറി. ദെൻ ബ്രീത്തിങ് എക്സസൈസ്, സാവധാനം ശ്വാസം എടുക്കുക, ശ്വാസം പിടിച്ചു വെക്കുക, എടുത്തതിന്റെ ഇരട്ടി സമയമെടുത്ത് ശ്വാസം വിടുക, സ്ലോ ബ്രീത്തിങ്. Then replace negative self-talk with positive self-talk. ഇവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് മൂഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഞാൻ കൊള്ളത്തില്ല, ഞാൻ ശരിയല്ല, എല്ലാവരും എന്നെ കുറ്റം പറയുന്നു, ഞാൻ എന്തോ വെച്ചാലും അങ്ങനെ തന്നെയാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്റെ മുഖം ഇരിക്കുന്ന കോലം കണ്ടില്ല, എല്ലാം ഇത് തന്നെയാണ്. സോ അവരെ കൊണ്ട് എന്താണ് നേരെ തിരിച്ച് പറയിപ്പിക്കുക, പോസിറ്റീവ് സെൽഫ് ടോക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കുക. യു ആർ ഗുഡ്, ഇറ്റ്സ് പോസിബിൾ, യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, ഓക്കെ യു ക്യാൻ മാനേജ്, യു ക്യാൻ കൺട്രോൾ, യു ആർ എ ഗുഡ് ഗായ്. ഈ രീതിയിലുള്ള പോസിറ്റീവ് സെൽഫ് ടോക്ക് പറയിപ്പിക്കുക. NLP ഓൾസോ എഫക്റ്റീവ്. തീർച്ചയായിട്ടും NLPയുടെ എല്ലാ ആങ്സൈറ്റിക്ക് പറ്റത്തില്ല, ചിലത് മാത്രം നമുക്ക് NLPയുടെ ഉപയോഗിക്കാം. മറ്റു ചിലതൊക്കെ ആങ്സൈറ്റിനേക്കാളും കൂടുതൽ ഡിപ്രഷൻ പേഷ്യൻസിന് ഉപയോഗിക്കാം, ഡിപ്രസീവ് എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന് ഉപയോഗിക്കാൻ സാധിക്കും. സൊമാറ്റോഫോം, ഈ ബോഡിയുമായി ബന്ധപ്പെട്ട രോഗത്തിന് NLP കുറച്ചൊക്കെ ഉപയോഗിക്കാം. സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിന് ഉപയോഗിക്കാം, ഈറ്റിംഗ് ഡിസോർഡേഴ്സിന് അത് ഉപയോഗിക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ് പ്രോബ്ലത്തിന്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഇതിനൊക്കെ നമുക്ക് NLP കുറെയൊക്കെ സഹായിക്കുന്നതാണ്. ഓക്കെ, നൗ പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ആങ്സൈറ്റി കൂടിയ പേഷ്യന്റ് കുറെ പേര് ഈ ഓവർ ഈറ്റിംഗ്, അതായത് മഞ്ചിങ് സംതിങ്, ബിഞ്ച് ഈറ്റിംഗ്. ഓക്കെ, അപ്പൊ അതിനെന്താ സൊല്യൂഷൻ വെച്ചാ? ഈ ബിഞ്ച് ഈറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവരുടേക്ക് ടൈം ഫിക്സ്ഡ് ആയിട്ട് മാത്രം എടുക്കുക, എമൗണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ക്ലിയർ ചെയ്യുക. ഈ ബിഞ്ച് ഈറ്റിങ്ങിന്റെ തുടങ്ങി കഴിഞ്ഞാൽ, അടിക്കാൻ തുടങ്ങിയാൽ അടിച്ചങ്ങ് കംപ്ലീറ്റ് തീർക്കും, ഇല്ലേ പട്ടിണി. വെള്ളമടിയാണെന്നുണ്ടെങ്കിൽ പൂക്കുറ്റി വെള്ളമടിയായിരിക്കും അവസാനത്തെ ഡ്രോപ്സ്, ഇല്ലെന്നുണ്ടെങ്കിൽ വേണേൽ 40 ദിവസം 50 ദിവസം ഉപവസിക്കും. സോ അതാണ് ബിഞ്ച് ഈറ്റിങ്ങിന്റെ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. ബാക്കി എല്ലാ ഈറ്റിംഗ് ഡിസോർഡറിനേക്കാളും ഈ ബിഞ്ച്, അനോറക്സിയ നെർവോസ, ബുളിമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ്, നൈറ്റ് ഈറ്റിംഗ് സിൻഡ്രം, ഒബേസിറ്റി, ഇതാണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, പിന്നെ റൂമിനേഷൻ ആൻഡ് പിക്ക, ഇതാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എല്ലാം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ബിഞ്ച് ഈറ്റിംഗ് ആണ് വെരി സിവിയർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ബിഞ്ച് ഈറ്റിംഗ് വ്യക്തികളെ നമ്മൾ ടൈമിൽ കുറയ്ക്കുക. എവറി 3 hours യു ക്യാൻ ടേക്ക് ഓൺലി സോ മച്ച്. അത് എഴുതി ലിസ്റ്റായിട്ട് ഒട്ടിച്ചു വെക്കാൻ പറയുക. ഈ ടെക്കീസിന്റെ ഒരു പ്രശ്നം ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് കൂടുതൽ. ടെക്കീസിന്റെ അതാണ്, രാവിലെ തൊട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ഉപവസിക്കും, വൈകുന്നേരം ഒരു തീറ്റ തുടങ്ങി തീർന്നതിന് 2 മണിക്കൂർ ഇരുന്നങ്ങ് കാച്ചാണ്. വെരി അൺഹെൽത്തിയാണ്. പക്ഷെ ഇതിന്റെ ഇഫക്റ്റ് അവരെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് ഇതുപോലെയൊക്കെയുള്ള ഫാറ്റ് കണ്ടന്റ് അടിഞ്ഞുകൂടുന്നതും, അതോടൊപ്പം തന്നെ കിഡ്നിക്ക്, ലിവറിനും അമിത ജോലി കൊടുക്കുന്നു. അമിത ജോലി കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ അതിന് സഫീഷ്യന്റ് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് പണിമുടക്കും. ആ പണിമുടക്ക് പല ഫോമിലായിട്ട് വരുമെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഇവരുടെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്യാവുന്ന ഒരെണ്ണം തന്നെയാണ് സ്റ്റോപ്പ് തോട്ട്. അതാണ് തോട്ടിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക്. ഒന്ന് എഴുതിയതേ, തോട്ട് സ്റ്റോപ്പ് ടെക്നിക്ക്. അത് പറ്റുമോ? അതാണ് ഞാൻ അതിന്റെ ഒരെണ്ണം ഞാനിപ്പം പറയാം. ഒരു റെഡ് സൈൻ സിഗ്നലിൽ നമ്മൾ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. തിങ്കിങ് ഓഫ് എ സ്റ്റോപ്പ് സൈൻ,
then think of a pleasant one. ഞാൻ അവിടെ ചോപ്പ് കണ്ട് ദൈവമേ ഇത് ചോപ്പാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ കൊണ്ടുവരാൻ നേരം ദേ പച്ച കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലേക്ക് നിർത്തണ്ട, പോകാം. ഇതുപോലെ സ്റ്റോപ്പ് ഈ തോട്ട് എന്നൊരു ടെക്നിക്ക് ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്, ഞാൻ തന്നെ കണ്ടെത്തിയാണ് സ്റ്റോപ്പ് ഇറ്റ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അടി കൊടുത്തിട്ട് പെട്ടെന്ന് പറയുക സ്റ്റോപ്പ് ഇറ്റ്. എവിടെയെങ്കിലും, അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പഠിക്കും. ഇപ്പൊ തന്നെ ഇരുന്നിട്ടൊന്നും ചെയ്ത എല്ലാവരും എവിടെയെങ്കിലും ഒരു അടി കൊടുത്തിട്ട് സ്റ്റോപ്പ് ഇറ്റ്. എവിടെയെങ്കിലും നിങ്ങൾ തോളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് തോള് ഫ്രീ ആണ്, അവിടെ അടിക്കാം. അപ്പോൾ അവിടെ ചിന്ത വന്ന് ചിന്തയ്ക്ക് ഇടം കൊടുക്കുന്നില്ല. ഒരു നെഗറ്റീവ് ചിന്ത പറഞ്ഞ് ഒരു കുറ്റം പറഞ്ഞ് ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഒരു അടി എവിടെയെങ്കിലും കൊടുത്തേക്കുക, എവിടെയെങ്കിലും ഒരു അടിയും കൊടുത്തേക്കുക. ഗോട്ട് ഇറ്റ്. ഉറക്കെ പറയണം സ്റ്റോപ്പ് ഇറ്റ്. ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. പെട്ടെന്ന് സ്റ്റോപ്പ് ഇറ്റ്. ആ സ്പീഡിൽ തന്നെ പറയണം. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യുക. ഞാനിപ്പോ ഒരു കാര്യം ക്ലാസ് പറയാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് പറയുന്നത് കൂടുതലെന്ന് തോന്നി തീർന്നു ഞാൻ ഡെമോ കാണിക്കാൻ പോവുകയാണ് ലൈവായിട്ട്. ഓക്കെ, ഞാൻ പറയുന്നത് കൂടുതലെന്ന് കണ്ടു തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അടിയും കൊടുക്കുക, നിങ്ങൾ സ്റ്റോപ്പ് ഇറ്റ് എന്ന് അടിച്ചേക്കുക. ഓക്കെ, റെഡിയാണോ? ഓക്കെ, റെഡി ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ നമുക്ക് എന്താണ് 85-84 പേരൊക്കെ ഉണ്ടായി, ഇപ്പൊ 72 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഓക്കെ, സജ്ജീകരിക്കുക. ഒരുപാട് അടുത്ത് ഞാൻ ക്ലാസ് കൊടുത്തു. ഈ ഉറവ് എന്ന് പറഞ്ഞേക്കുന്ന നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇതുപോലെ പല കേരളത്തിന് പുറത്ത്, ഇന്ത്യയുടെ പുറത്ത്, ലോകത്ത് ഒരുപാട് അടുത്ത് ക്ലാസ് കൊടുത്തിട്ടും എന്റെ ദൈവമേ ഇത്രയും ഒരു വൃത്തികെട്ട ഗ്രൂപ്പിൽ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം വന്ന് ഇരിപ്പുണ്ട്. മനസ്സിൽ നെഗറ്റീവായിട്ട് തോന്നിയ ഉടനെ സ്റ്റോപ്പിട്ട് അടിക്കണം. ഓക്കെ, ഇതുപോലെയാണ് കുറെ എണ്ണം വന്നങ്ങ് ഇരിപ്പുണ്ട്, വായും പൊളിച്ചിരിപ്പുണ്ട് വന്നിരിക്കുന്ന ഉടനെ അടിക്കണം പെട്ടെന്ന്. കുരങ്ങന്മാരായിട്ട് അത് തന്നെ എഴുതണ്ടല്ല, അടിക്കണം. അടിച്ചിട്ട് ഉറക്കെ പറയണം സ്റ്റോപ്പ് ഇറ്റ്. സമയം എടുക്കരുത്. കാരണം ഇത് നമുക്കറിയാം, കൊതുക് വന്നിരിക്കുമ്പോ നമ്മൾ വീടും പേരും അഡ്രസ്സും ആണോ പെണ്ണോ ചോദിക്കത്തില്ല, കൊടുക്കും ഒറ്റയടി. ഇതാണ് അത്. നമ്മൾ ഇതിനെ സൈക്കോളജിയിൽ നമ്മൾ ഇതിന് പറയുന്നത് എന്താ പറയുക, റിഫ്ലെക്സ് ആക്ഷൻ എന്നാ പറയുന്ന. സ്പോണ്ടേനിയസ് എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയും. ഇറ്റ്സ് കോൾഡ് ദ റിഫ്ലെക്സ് ആക്ഷൻ. അവിടെ നമ്മൾ അഡ്രസ്സും വീടും വീട്ടുപേരും ചോദിക്കില്ല, കൊടുക്കുന്ന ഒറ്റയടി, വന്നിരിക്കുന്ന കൊടുക്കുന്ന അടി. അതുപോലെ ചിന്തയ്ക്ക് അവസരം കൊടുക്കരുത്. അപ്പോൾ നമ്മൾ തുടയിൽ അടിക്കുകയാണെങ്കിൽ ഇപ്പൊ തുട ഫ്രീ ആണ്, ഞാൻ അവിടെ അടിക്കുന്നു എന്ന ചിന്തയായി കഴിഞ്ഞു, അതിന് അവസരം കൊടുക്കരുത്. മനസ്സിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് നെഗറ്റീവ് ചിന്ത വന്ന് പണ്ടാണ് എന്തെന്ന് അവിടെ. ഇനി വേറൊന്ന് ശ്രദ്ധിക്കുക, ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്ന പബ്ലിക് സ്ഥലമാണ്. ഇപ്പൊ പള്ളിയിലോ അമ്പലത്തിലോ കോളേജിലോ നിങ്ങളുടെ പേഷ്യന്റ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത വന്ന് അങ്ങനെയുള്ള അവസരത്തിൽ ഉറക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കുത്തു കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു കുത്തു കൊടുത്തിട്ടാ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും അവിടെ ചിന്തിക്കരുത്. അപ്പൊ ഇവിടെ ഫ്രീ എന്നുള്ള ഒരു തോട്ടിന് സമയം കൊടുക്കരുത്. എവിടെയെങ്കിലും കാലിലോ തുടയിലോ വയറിലോ മുതുകിലോ നെഞ്ചിലോ എവിടെയെങ്കിലും ഒരു കുത്തു കൊടുത്തിട്ട് ഉള്ളിൽ പറയുക സ്റ്റോപ്പ് ഇറ്റ് എന്ന്. അതിനർത്ഥം എന്താണ്, ഈ തൊണ്ടയിൽ താഴോട്ട് ഇറങ്ങത്തില്ല. ഡയജഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴാണ്. ഇവിടെ യൂസഫസ് ട്യൂബ് ഇതിങ്ങനെ വന്ന് ചെറുകുടലുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് ഡയജഷൻ മെറ്റബോളിസം വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വായിലോട്ട് എടുത്തു വെച്ചാൽ ഉടൻ തന്നെ ദഹനം നടക്കുന്നില്ല. നെഗറ്റീവ് ചിന്തകളെ ദഹിക്കാൻ അനുവദിക്കരുത്. ഡു നോട്ട് അലോ ദ നെഗറ്റീവ് തോട്ട്സ് ഫോർ ഡൈജഷൻ. യു ഗോട്ട് ഇറ്റ്. സോ ഡു നോട്ട് അലോ ദ നെഗറ്റീവ് തോട്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ എവിടെയെങ്കിലും ഉറക്കെ പറയാവുന്ന സ്ഥലത്ത് ഉറക്കെ പറയുക, ഇല്ലെങ്കിൽ ഒരു കുത്തു കൊടുക്കുക, സ്റ്റോപ്പ് ഇറ്റ് എന്ന് മനസ്സിൽ പറയുക. വെരി ഗുഡ്. ഓക്കെ, ഈ അടുത്ത സ്റ്റോപ്പ് സൈൻ തിരക്കുന്ന ദെൻ സോ ഓക്കെ ഡെവലപ്പിന്റെ പിന്നെ ഒരു കോപ്പിംഗ് സ്റ്റിക്ക്. ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന ആങ്സൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു PTSDയോ OCDയോ അല്ലെങ്കിൽ ഫോബിയാസ് ഉള്ള വ്യക്തിയോ പാനിക് അറ്റാക്ക് ഉള്ള വ്യക്തിയോ ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയോ ആണെങ്കിൽ അവരോട് പറയണം, ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതിയെടുത്തിട്ട് ആ കോപ്പിംഗ് കാർഡ് വീട്ടിൽ ഒട്ടിച്ചു വെക്കാൻ പറയണം. അപ്പോൾ ഓരോന്ന് മാറിയും തിരിഞ്ഞ് അവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അവരെല്ലാം കേട്ട് കൈ വീശി ശരി സാറേ ഓക്കെ താങ്ക് യു മാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. നോ, ഈ പറഞ്ഞതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ആ ഒരു കോപ്പിംഗ് കാർഡ് ഫിക്സ് ചെയ്യാൻ നോക്കണം. പിന്നെ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സ്റ്റോക്ക് കൊടുക്കുക. ഇനി വേറൊന്ന് എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ ദിവസവും എന്താ പറഞ്ഞേക്കുന്നത്, ഒരു 20 മുതൽ 30 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും വെയിൽ കൊള്ളുക, മെലാറ്റോണിൻ കിട്ടാനായിട്ട്. ആങ്സൈറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടാണ്, എസ്പെഷ്യലി സ്ലീപ്പ് ഡിസോർഡറിന്. 20 to 30 minutes light walking in the sun before 10 and after 4. ഇനി ചില ആൾക്കാർക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഹെർബിന്റെ ഉപയോഗം. ഈ കാവ, പാഷൻ ഫ്ലവർ, വലേറിയൻ,
ലെമൺ ബാം, ഈ സാധനമൊക്കെ ഉപയോഗിക്കാം. ദെൻ ഷെയറിങ് ആൻഡ് ടോക്കിംഗ് ആൻഡ് കോളിംഗ് ഫോൺ. ആങ്സൈറ്റി ഉള്ളവർക്ക് കംപ്ലീറ്റ് മൂഡ് ഓഫ് ആണ്, ആരെയും വിളിക്കാനായിട്ട് അവർക്ക് നെഗറ്റീവ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അവരെ കൊണ്ട് എന്താണ്, കോൺവെർസേഷൻ നിർബന്ധമാക്കുക. 10 to 15 minutes എവറി ഡേ ടോക്ക് വിത്ത് സംബഡി എൽസ്. ആദ്യം റിലേറ്റീവ് ആകാം, ജൂനിയർ ആകാം, സീനിയർ ആകാം, ഫ്രണ്ട്സ് ആകാം. അല്ലെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് മറ്റേ ഫ്രണ്ടിന്റെ ഫോൺ എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും only 10 to 15 minutes ജസ്റ്റ്. ബനാന, പൈനാപ്പിൾ, അവക്കാഡോ ഇവർക്ക് കൊടുക്കാവുന്ന മറ്റു ചില കാര്യങ്ങളാണ് ആസ് എ കൗൺസിലർ. ബനാന, പൈനാപ്പിൾ, അവക്കാഡോ, ബ്ലൂബെറി, മഞ്ഞ റോബസ്റ്റോ, പച്ചയല്ല മഞ്ഞ കളറിലെ റോബസ്റ്റോ, പംകിൻ സീഡ്, ഡാർക്ക് ചോക്ലേറ്റ്. 30 to 40 minutes ഫിസിക്കൽ എക്സസൈസ് നിർബന്ധം. അവോയ്ഡ് കോഫി, ടീ ആൻഡ് മദ്യം, ലിക്വർ. അത്ര നിർബന്ധമാണെങ്കിൽ ഗ്രീൻ ടീ. പാൽ ഐറ്റംസ് വളരെ നല്ലത്, പാൽ ഐറ്റംസ് വളരെ നല്ലത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഇരിക്കും, നമുക്ക് ആ ഒരു PMR എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ മസിൽ റിലാക്സേഷൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അവർ അർത്ഥമാക്കുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഇരിക്കുന്ന കസേരയിൽ നിന്ന് അല്പം പുറകിലേക്ക് മാറുക. വീഡിയോയിൽ വന്നാൽ കുറച്ചുകൂടെ ഞാൻ കാണിച്ചു തരാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. പുറകിലേക്ക് ഇരിക്കുക, കാരണം ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബോഡി 90% എന്ന് പറഞ്ഞ രീതിയിൽ ഒന്ന് സ്ട്രെയിറ്റ് ആകുക. ഓക്കെ, ഇത് ആർക്കും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓൺലി തിങ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസിയിലുള്ളവർക്ക് പാടില്ല. ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയിട്ടുള്ളവർക്ക് പാടില്ല. ബാക്കി എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന എക്സർസൈസ് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസ് നമുക്ക് ആങ്സൈറ്റിയുടെ നിർത്താം. ഒന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നേരെ ഇരിക്കുക, ബോഡിയും നേരെ വെച്ചിട്ട് കൈ രണ്ടും എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ടൈറ്റ് ചെയ്യുക. മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന അവസരത്തിൽ കൈ അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് ഇടണം. വീഴാൻ വേണ്ടി വിടരുത്. നോ, ചില ആൾക്കാർ വീഴാൻ വേണ്ടി വിട്ടു. നോ, പിന്നെ എനിക്ക് പറ്റത്തില്ല, ഞാൻ തളർന്നങ്ങ് വീണു. അപ്പോൾ ഇപ്പം തന്നെ വേർക്ക് നമ്മൾ. ഇതാണ് ഡോക്ടർമാർ പോയി ഇത്രയും മസിൽ റിലാക്സേഷൻ ചെയ്താൽ മതിയെന്ന് പറയുന്നതിന്റെ അർത്ഥം. മാക്സിമം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് വിച്ച് ലെവൽ അങ്ങ് അറ്റം ചെയ്തു വരുമ്പോഴത്തേക്ക് അങ്ങ് വിട്ടേക്കുക. ഓക്കെ, അത് നമ്മുടെ രണ്ട് കൈയും. ഇനി രണ്ട് കാലും നേരെ, കാലിങ്ങനെ നീട്ടുക. ഇങ്ങനെ വളയ്ക്കരുത്, കാല് ഇങ്ങനെ പിടിക്കുക. കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട്. ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ മാക്സിമം കാല് അങ്ങനെ പിടിക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അതിനെ നമുക്ക് വിട്ടേക്കാം. ഓക്കെ, 3 പ്രാവശ്യം കാണിക്കുക. കാല് മാക്സിമം ടൈറ്റ് ചെയ്യുക, നേരെ പിടിക്കുക. ഇങ്ങനല്ല, ഇങ്ങനെ. കൈ മാത്രം മുഷ്ടി ചുരുട്ടുക, കാലിങ്ങനെ സ്ട്രേറ്റ് പിടിക്കുക. ഓക്കെ, വിടുക. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത തൊടയെ മനസ്സിനോട് പറയുക. ഇപ്പം കൈ കൊണ്ട് നമ്മുടെ തൊടയെ തൊട്ട് കഴിഞ്ഞാൽ പഞ്ഞിപ്പോലെ ഇരിക്കുകയായിരിക്കും. ഓക്കെ, പക്ഷേ അവിടെ നമുക്ക് പാറ പോലെ ആക്കാൻ സാധിക്കും. വേറെ ഒന്നും കായും കാലും ഒന്നും നോക്കണ്ട. മനസ്സിനോട് പറയുക, ഞാൻ തൊട ടൈറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ടൈറ്റ്, ടൈറ്റ്, വിടുക. ഈ ബാക്കി തന്നെ കിടപ്പുണ്ട്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. സാവധാനം മസിൽ മാക്സിമം കൊണ്ടുവരിക. വിടുന്നത് എപ്പോഴും പെട്ടെന്നായിരിക്കണം. ഹലോ, വിടുന്നത് എപ്പോഴും പെട്ടെന്നായിരിക്കണം. ഓക്കെ, തൊടയിൽ മാത്രം കൈ രണ്ടും കൊണ്ട് ഇങ്ങനെ ഒന്ന് മൂട്ടി നോക്കിയേ, പാറ പോലെ വരാൻ സാധിക്കും. ടൈറ്റ് ഇറ്റ്, റിലാക്സ്, ടൈറ്റ്, റിലാക്സ്, ടൈറ്റ്, റിലാക്സ്. ഓക്കെ, ഇനി വയർ പുറകിലേക്ക് തള്ളുക. വയർ മാക്സിമം പുറകിലേക്ക് തള്ളുക. വയർ മാക്സിമം പുറകിലേക്ക് തള്ളുക. വിടുക. വിടുന്നത് എപ്പോഴും പെട്ടെന്നായിരിക്കണം. മാക്സിമം
വിടുക, വിടുക. ഓക്കെ, സോ 3 പ്രാവശ്യം. ഓക്കെ, ഇനി അടുത്ത നെഞ്ചില് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്ക്. വിടുക, ടൈറ്റ്, വിടുക, ടൈറ്റ്, വിടുക, ടൈറ്റ്, വിടുക. ഓക്കെ, ഇനി വാ തുറക്കുക. വാ തുറക്കുമ്പോൾ ചെവിയുടെ പുറകിൽ കീന്നൊരു സൗണ്ട് കേൾക്കാൻ. കീന്നൊരു സൗണ്ട് കേൾക്കുക, പെട്ടെന്ന് അടയ്ക്കുക. വിടുന്നതെല്ലാം പെട്ടെന്നായിരിക്കണം. ഒന്നുകൂടെ തുറക്കുക, മാക്സിമം തുറക്കുക. ആ, കീന്നൊരു സൗണ്ട് കേൾക്കണം, അടയ്ക്കുക. മാക്സിമം തുറക്കുക, അടയ്ക്കുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത കണ്ണും മൂക്കും കൂടെ, 2 കണ്ണും കൂടെ മൂക്കിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, തള്ളി പുറത്തോട്ട് വിടുക. ഒന്നുകൂടെ, കണ്ണ് 2 തള്ളി മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കുക, മാക്സിമം വിടുക. ഒന്നുകൂടെ വിടുക. ഇനി 2 കൈയും കൊണ്ട് തലയിലൊന്ന് തട്ടുക. ഇതാണ് ഡോക്ടർമാരും സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റ് ഒക്കെ പോയി ഇത്തിരി മസിൽ റിലാക്സേഷൻ ഒക്കെ ചെയ്താൽ മതിയെന്നേ, അതങ്ങ് മാറിക്കോളും എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ അവർ അർത്ഥമാക്കുന്നത് ഈ PMR, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ആൻസൈറ്റി ഉള്ള രോഗികൾ, പ്രത്യേകിച്ച് അമിത മധുരം, ഓയിലി ഐറ്റംസ്, പിന്നെന്താ പറഞ്ഞ മുളക്, സ്പൈസി, ഈ ഐറ്റംസ് മാക്സിമം കുറയ്ക്കണം. പാൽ ഐറ്റംസ് കുടിക്കാം. സോ എനിക്ക് തന്നിരിക്കുന്ന സമയം ഏതാണ്ട് തീർന്ന്, കൂടുതലെടുത്ത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ, നമുക്ക് ഇനിയിപ്പം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എനിത്തിങ്? ക്ലിയർ ആയില്ല മാഡം? ആരെങ്കിലും മനസ്സിലായിട്ടുള്ളവരൊന്ന് പറയാമോ എന്താന്ന്? ഫോബിയ വരുമ്പോ എന്താ ചെയ്യാനായിരുന്നു? ഫോബിയ, പേടിയോടുള്ളത്. അതിന് നമുക്കിപ്പം ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെറാപ്പി എന്ന് പറയുന്നത് ഫോബിക് റിയാക്ഷന്, ഒന്ന് പാനിക് കൺട്രോൾ ട്രീറ്റ്മെന്റ്, PCT എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാവുന്ന ഗ്രാജുവൽ എക്സ്പോഷർ ടു ദ സ്റ്റിമുലി. എന്തിനോടാണോ നമുക്ക് പേടിയുള്ളത്, ഇതിനൊരു ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനെയാണോ നീ പേടിക്കുന്നത് ആ വസ്തു അത് നിന്നെ കീഴ്പ്പെടുത്തും എന്നാ പറഞ്ഞത്. പട്ടിയെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ഈ തിരുവല്ലായി കിടക്കുന്ന പട്ടി വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വന്ന് കടിക്കും. അതാണ്. അപ്പോൾ എന്തിനോടാണോ നീ പേടിക്കുന്നത് ആ പേടി നിന്നെ കീഴ്പ്പെടുത്തും. അപ്പോൾ ഏക മാർഗം, വേൾഡ് നോൺ മാർഗം എന്ന് പറയുന്നത് ഗ്രാജുവൽ എക്സ്പോഷർ ടു സ്റ്റിമുലി, സ്ലോലി. ഇപ്പോൾ പട്ടിയെ പേടിയുള്ള ആണെന്നുണ്ടെങ്കിൽ പട്ടീന്ന് എഴുതുക, പട്ടീനെ വരയ്ക്കുക, എന്നിട്ട് മൊബൈലിൽ ജീവനില്ലാത്ത പട്ടിയെ കാണിക്കുക, പിന്നെ മൊബൈലിൽ ജീവനുള്ള പട്ടിയെ കാണിക്കുക, പിന്നെ ജീവനുള്ള വളർത്തുള്ള പട്ടിയുടെ അടുത്ത് ചെല്ലുക, പിന്നെ ആ പട്ടിയുടെ അടുത്ത് ചെന്നിട്ട് കൈകൊണ്ട് നമ്മളെ കൂടെ നിർത്തി തൊടുക. അത് തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ മാറി നിന്നിട്ട് പട്ടിയെ തൊടിയിപ്പിക്കുക, പിന്നെ പട്ടിയെ കൊണ്ട് കൂടെ നടത്തിക്കുക. സോ ഇതാണ് ഗ്രാജുവൽ എക്സ്പോഷർ ടു ദ സ്റ്റിമുലി. അപ്പൊ നമുക്ക് ഇപ്പൊ ഇരുട്ടിനെ പേടി, അപ്പൊ ഇരുട്ടിനെ പേടിയുള്ള ഒരു ടീമിന് ഞാൻ ചെയ്തത്, ഞാൻ കൂടെ നടന്ന് ഒരു 100-200 മീറ്റർ ദൂരമുള്ള ഒരിടത്ത് ഒരു തിരി കത്തിക്കാൻ പറഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൂടെ നടന്നില്ല, ഞാൻ ടോർച്ചെല്ലാം ഓഫ് ചെയ്തിട്ട് പുറകെ നടന്ന് ഞാൻ ദൂരെ മാറി നിന്നിട്ട് പാട്ട് പാടിക്കൊടുത്തു. ആ പേഷ്യന്റ് ഒറ്റയ്ക്ക് നടന്നു പോയി തിരി കത്തിച്ച് വീണ്ടും തിരിച്ചു വന്നിട്ട് ഞാൻ കൂടെ നടക്കാതെ ഞാൻ ഒരിടത്ത് തന്നെ നിന്ന് പാട്ടും പാടിയില്ല, ഒറ്റയ്ക്ക് ആ വ്യക്തി പോയി തിരി കത്തിച്ചിട്ട് വന്നു. അപ്പൊ കൂടെയുള്ളവർക്ക് സംശയം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഈ ആശ്രമത്തിന്റെ സകല ലൈറ്റ് ഓഫ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിനക്ക് ധൈര്യം ഉണ്ടോ പോയി തിരി കത്തിക്കാൻ? ആ കൊച്ചു ചോദിച്ചത് എതിലേ പോണം, സ്റ്റെയർകേസിൽ കൂടെ പോണോ റോഡിൽ കൂടെ ഓടണോ? ക്ലിയർ ആയി, പേഷ്യന്റ് പെട്ടെന്ന് ക്ലിയർ ആയി. സോ ഇതാണ് നമ്മൾ ഗ്രാജുവലി എക്സ്പോഷർ. പിന്നെ വേറെ ഫ്ലഡിങ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അത് നമുക്ക് ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ചെയ്യരുത്. അതായത് ആ പേടിയുള്ള സ്റ്റിമുലിയെ, എന്തിനോടാണ് പേടിയെ നമ്മൾ നേരിട്ട് കൊണ്ടുപോകുക. ഇപ്പൊ ഇരുട്ടിനെ പേടി, കണ്ണ് കെട്ടിച്ച് ജീപ്പിനകത്ത് കൂരിരുട്ടുള്ള വാഹനത്തിന്റെ അകത്ത് കൊണ്ടു ചെന്ന് കണ്ണൂർ കാണിച്ചു തുറക്കുന്നു. അത് ചിലപ്പം ബോഡിയെ വീഴും, ഛർദ്ദിക്കും, CPR ഒക്കെ കൊടുക്കാൻ നമുക്കറിയണം മെഡിക്കലി, അല്ലെ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവും. പാമ്പിനെ പേടിയുള്ള വ്യക്തിയാണ് കണ്ണ് കെട്ടി നമ്മൾ പാമ്പ് കുറെ വിഷമില്ലാത്ത പാമ്പിന്റെ കൂടിന് അകത്തോട്ട് കൊണ്ടു ചെല്ലുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതാണ് പാമ്പിനെ പേടിയുള്ള വ്യക്തിക്ക്. അതിന് ഫ്ലഡിങ് എന്നാ പറയുന്നത്. ഞാനത് ചെയ്യും, പക്ഷെ അത് ഇത്തിരി റിസ്ക് ആണ്. സോ മെഡിക്കലി ഇത്തിരി പ്രാക്ടീസ് വേണം.
ചിലപ്പോൾ ഒരു കൊളാപ്സ് ആകും, BP ഒക്കെ ഡൗൺ ആകും. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് നമുക്ക്. ഒന്ന് പാനിക് കൺട്രോൾ ട്രീറ്റ്മെന്റ്, അതുപോലെ ഫ്ലഡിങ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നത് ഗ്രാജുവൽ എക്സ്പോഷർ ടു ദ എന്തിനോടാണോ പേടി. ഇപ്പൊ രക്തത്തോട് പേടിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ചുവപ്പ് കളറ്, ചുവപ്പ് പേന, അതല്ലെന്നുണ്ടെങ്കിൽ ചുവപ്പ് മഷി, പിന്നെന്താ പറയുക ചുവപ്പ് കാറുകള്, പിന്നെ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞ ചുവപ്പ് കളർ കിട്ടുന്ന പേപ്പറുകള്, പിന്നെ ചുവപ്പ് ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് വേണം നമ്മൾ റിയൽ ബ്ലഡിലേക്ക് പോകേണ്ടത്. ഗ്രാജുവൽ എക്സ്പോഷർ ആണ് ഈ പറഞ്ഞ ഫോബിക്കിനുള്ളത്. ഏതാ സിസ്റ്റമാറ്റിക് വൂൾഫ് സാറിന്റെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. എക്സാക്ട്. പിന്നെ അതുപോലെ തന്നെ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നതിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഈ മെഡിസിൻ കഴിക്കാതെ ഇരിക്കാനുള്ള ഒരു അവസ്ഥ. മാഡം, ഞാൻ അത് വേറൊരു ദിവസം ക്ലാസ് എടുക്കാം. ഇപ്പം മൂഡ് ഡിസോർഡർ എല്ലാം തന്നെ നമ്മുടെ ഡിപ്രസീവ് എപ്പിസോഡിൽ വരുന്നതാണ്. അതില് ഉണ്ടാണ് മൂഡ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ട്, നമ്മൾ മേജർ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം, ഒപ്പം മാനിയ ഉണ്ട്, അതായത് എക്സ്ട്രീം പ്ലഷർ ഇൻ ഓൾ ദി ആക്ടിവിറ്റീസ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ബൈപ്പോളാർ ഉണ്ട്, ബൈപ്പോളാർ 1 ഉണ്ട്, ബൈപ്പോളാർ 2 ഉണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട സിസ്റ്റമിക് ഡിസോർഡർ, പിന്നെ സാഡ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ കിടക്കുന്നുണ്ട്. ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. ഡബിൾ ഡിപ്രഷൻ കിടക്കുന്ന, അങ്ങനെ ഒരുപാട് സൈക്ലമാറ്റിക് ഡിസോർഡർ, ഗ്രീഫ് പത്തോളജിക്കൽ, ഇങ്ങനെ ഒരുപാട് സൂയിസൈഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചിട്ടാണ് നമ്മൾ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. വെറും 1-2 അല്ല, ഇതിന് ഒരുപാട് ഉപശാഖകളെല്ലാം ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സബ് ഹെഡിങ്ങുകളൊക്കെ അതിന്റെ കൂട്ടത്തിലുണ്ട്. എന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പം ആങ്സൈറ്റി ഉള്ള ഒരു എൽഡർലി 70+, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പൊ ഇവരുടെ ആങ്സൈറ്റി നമുക്ക് ഇവരെ എൽഡർലിയിലോട്ട് പോകുന്നു, നമുക്ക് നമ്മുടെ ടെക്നിക്സ് ഉപയോഗിച്ച് അധികം ഒന്നും മാറ്റാൻ പറ്റില്ല. ഇവർ ചിലപ്പോൾ മരുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ തന്നെ മരുന്നിന്റെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇവർ അതിന് ചോദിച്ചിട്ട് എനിക്ക് വട്ടിനുള്ള മരുന്നാണോ എന്നൊക്കെ അവർ ചോദിക്കുമല്ലോ. അപ്പൊ do you have any suggestion to improve their quality of life using the supportive system in and around the situation, the family? Suppose if normally that will come under the geriatric depression. പ്രായമായിട്ടുള്ളവരിൽ കണ്ടുവരുന്ന ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയാണ്. സപ്പോസ് ദ പേഷ്യന്റ് ഈസ് കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ, വാട്ട് വി ക്യാൻ ഡു ഈസ് ടു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ മൈൽഡ് ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻ. Okay, then mind tranquilizer, and maybe for the sleeping in വേണ്ടിയിട്ട് we may give ഒരു ഇത്തിരി സെഡേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വേറെ സൈക്കോതെറാപ്യൂട്ടിക് ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ് ഈ വ്യക്തികൾക്ക് ഒന്ന് ഇവരെ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് കണ്ടെത്തുക. ഈ സംതിങ് ഗ്രാൻഡ് ഡോട്ടറിന്റെ പഠിത്തമാണോ, അവരുടെ വസ്ത്രമാണോ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കൺസേൺ ആണോ, അതോ മകളെ കെട്ടിക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണോ? ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ദ ട്രിഗർ. അതിന് നമ്മൾ മനസ്സിലായി ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ദ ട്രിഗർ ആയി തീർന്നു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ട്രീറ്റ്മെന്റ്, രാവിലെ വെയിൽ കൊള്ളുക, വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യിപ്പിക്കുക, ചില ഫുഡ് വേണ്ടെന്നുള്ളത്, ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞേക്കുന്നത് അത് നമുക്ക് ചെയ്യാവുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി കൊടുക്കാവുന്നതാണ്. പിന്നീട് രാത്രി 3 ചെറിയ ഉള്ളി, ചുവന്നുള്ളി മനസ്സിനെ ശാന്തമാക്കാൻ വളരെ പ്രധാനമാണ്. സവാള ഉള്ളി ഡേഞ്ചറസ് ആണ്. സവാള ഉള്ളിയിൽ ചൂട് എൻസമൈൻ ആണ്, ചെറിയ ഉള്ളിയിൽ തണുത്ത എൻസമൈൻ ആണ്. അതുകൊണ്ട് ഈ ഗുരുക്കന്മാര് സന്യാസികളൊന്നും തന്നെ സവാള കഴിക്കില്ല, പൊട്ടിത്തെറി കൂടുതലാണ്. അപ്പൊ രാത്രി ആഹാരത്തോടൊപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് 3 ചുവന്നുള്ളി കൊടുക്കുക, ചെറിയ ഉള്ളി, പാട മാറ്റി 1 ഗ്ലാസ് ചൂട് പാല് കൊടുക്കാം, കാലിൽ സോക്സ് ഇട്ട് കിടക്കാൻ പറയാം. സോ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ അവരുടെ രാത്രിത്തെ പകലായിട്ടുള്ള കാര്യം നമുക്ക് അത് തന്നെയാണ്. ഇവർക്ക് ഈ പറഞ്ഞേക്കുന്ന ജീറിയാറ്റിക് ഡിപ്രഷൻ പേഷ്യന്റ് ആയിട്ട് മാറും. പിന്നെ BP കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് ഇതിനോടൊപ്പം തന്നെ കോമോർബിഡിറ്റി എന്ന് പറയും. ദർ ഈസ് സംതിങ് ഓൾസോ കണക്റ്റഡ് വിത്ത് അതർ ഇഷ്യൂസ് വിൽ ബി ഹാവിംഗ്. ദേ മേ ബി ഹാവിംഗ് ഹൈലി ഡയബറ്റിക് ആയിരിക്കാം, ദേ മേ ബി ഹാവിംഗ് ഹൈപ്പർ ടെൻഷൻ വിൽ ബി ദർ, കൊളസ്ട്രോൾ വിൽ ബി ദർ, സംടൈംസ് ദേ മേ ഹാവ് ദ കാർഡിയാക് പ്രോബ്ലം. So there can be many reasons also connected with this one. So we may have to address those things, and adina regulate ചെയ്തു കഴിഞ്ഞാൽ around 50% അവരുടെ ഈ psychological issues also can be. അതല്ലാതെ psychological പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് they cannot go to the medical shop and get medicine. Okay, thank you.
ഓക്കെ, ഞാൻ വേറൊരു ദിവസം ഇപ്പൊ ആങ്സൈറ്റിയെ കുറിച്ച് നമുക്ക് സമയമുള്ളൂ. ഡിപ്രഷനെ കുറിച്ച് നമുക്ക് ഇനി ഭാവിയിൽ എടുക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു നോ മൈ നമ്പർ. എന്റെ നമ്പർ ഒന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തേരെ. അത് എനിക്കിവിടെ എറണാകുളത്ത് ഒരു സെന്റർ ഉണ്ട്. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഹാപ്പി മെസ്സേജ് ഒന്നും അയക്കണ്ട. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും കൺസൾട്ടേഷനോ തെറാപ്പിക്കോ മെഡിറ്റേഷൻ തെറാപ്പിക്കോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ എറണാകുളത്ത് തന്നെ അതിൻ്റെ ഒരു ഓഫീസ് എനിക്കുണ്ട്. എടപ്പള്ളി പാസ് സെന്ററിലാണ്. 860-612-3331. ആരെങ്കിലും ടൈപ്പ് ചെയ്തത് ഒന്ന് പ്രസന്റ് ചെയ്യാമായിരുന്നു. 860. ഓക്കെ, 860-612-3331. ഫാദർ ബേണി. ഓക്കെ, പോൾ സാറേ, താങ്ക് യു. നമ്മുടെ എടക്കൊച്ചി ആൽഫ സെന്റർ ആണ്. അക്വിനാസ് കോളേജിന്റെ അടുത്ത് എനിക്കൊരു ഓഫീസുണ്ട്. അവിടെയാണ് മെഡിറ്റേഷൻ തെറാപ്പിയും അതുപോലെ തന്നെ സൈക്കോ തെറാപ്പിയും ഒക്കെ നൽകുന്നത്. ഓക്കെ, സോ ഞാൻ ഡിപ്രഷനെ കുറിച്ച് നമുക്ക് വേറൊരു ദിവസം ഡീൽ ചെയ്യാം. അപ്പോൾ സാർ അത് നമുക്ക് ഐ വിൽ ടീച്ച് യു. ഓക്കെ, ഹലോ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഫാദർ, ഞാൻ പറയാൻ വന്നത്, ഞാൻ ആദ്യമായിട്ട് ഫാദറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. ഞാനൊരു യോഗ ഇൻസ്ട്രക്ടർ ആണ്. താങ്ക് യു മോം. ഓക്കെ, ഞാൻ ഫാദറിനോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് കോഴിക്കോട് ഒരു ക്ലാസ്സിന് വരാനായിട്ട് ഇരുന്നായിരുന്നു, സാധിച്ചില്ലായിരുന്നു. ഓക്കെ, വീട് എറണാകുളത്ത് പുത്തൻകുരിശിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ മോം? ഓക്കെ, ക്ലിയർ ആയി. ഫാദറെ, എന്റെ പേര് ഡോക്ടർ മാത്യു കണമല എന്നാണ്. ഇതിന് മുന്നത്തെ ഓഫ്ലൈൻ ക്ലാസ് ഞാനാണ് എടുത്തത്. ഓ സാറേ, ഓക്കെ. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അച്ഛന്റെ ക്ലാസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് മെഡിക്കൽ കോളേജിലെ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് വന്നതാണ്. പക്ഷെ വെരി വെരി എക്സലന്റ് ഒരു സെഷൻ ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. ആക്ച്വലി ഇതൊരു സൈക്യാട്രിസ്റ്റ് MRCP ഉള്ള ഒരാൾക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ജോസഫ് സാറിന് നന്ദി പറയുന്നു, അച്ഛന് നന്ദി പറയുന്നു, നമ്മുടെ സലീന മാഡത്തിന് നന്ദി പറയുന്നു. ശരിക്കും ഒരു 3 മണിക്കൂർ കാര്യങ്ങൾ അച്ഛൻ ഇവിടെ, ഞാൻ 30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് കോട്ടയത്ത്. ഗ്രേസ് കെയർ എല്ലാവരും എന്നെ അറിയുന്നവരുണ്ട് ഇവിടെ. എനിക്ക് ഒത്തിരി വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂറ്റിയില് ഈ സാധനം പോയി എന്നുള്ളത് വലിയൊരു സന്തോഷം. SUD സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് ഒക്കെ അച്ഛൻ പറഞ്ഞ ആ രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളത് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, ഞാൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു. ഞാൻ അവിടെ പേരിന് അവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് എനിക്കിങ്ങനെ ഒരുപാട് സെഷനും ക്ലാസ്സും ട്രെയിനിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ല. ഓക്കെ, അച്ഛോ ഈ എടപ്പള്ളിയിൽ എവിടെ വെച്ചോ? എടപ്പള്ളിയിലല്ല, ഞാൻ എടക്കൊച്ചി പാസ് സെന്റർ, ആൽഫ പാസ് സെന്റർ, അക്വിനാസ് കോളേജിന്റെ അടുത്ത്. അവിടെ എനിക്കൊരു ഓക്കെ ഇത്തിരി കൂടെ ഉറക്കെ പറയൂ. വളരെ നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു. ഫാദർ, ഇതിനകത്ത് ആർക്കെങ്കിലും ക്ലാസ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, യോഗയുടെ മെഡിറ്റേഷൻ ക്ലാസ്. മെഡിറ്റേഷൻ ക്ലാസ്സിന് ഒരു മെഡിറ്റേഷൻ ഫെസിലിറ്റേറ്റർ മോം ഉണ്ട്. പക്ഷേ അത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, അത് കൂടുതലായിട്ടും പ്രാക്ടിക്കൽ സെഷനാണ്. പിന്നെ വേറൊന്ന് ചിലപ്പോൾ ഞാൻ POCയിൽ ഈ മെഡിറ്റേഷനും ന്യൂ സൈക്കോ തെറാപ്പി, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിലേക്ക് വരുന്ന പുതിയ സൈക്കോ തെറാപ്പിയെ കുറിച്ച് 2 ദിവസത്തെ ക്ലാസ് ചിലപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ POCയിൽ വെച്ച് നടത്തും. ഞാൻ അവിടെ ഓൾറെഡി POC പ്രൊഫസറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം, താല്പര്യമുള്ളവർക്ക് വരാം. പുതിയ ഒരു 5 സൈക്കോ തെറാപ്പി പുതിയതും പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ഒരു 5 മെഡിറ്റേഷൻ തെറാപ്പി ആ മാഡത്തിനെ കൊണ്ടെടുപ്പിക്കും. 2 ദിവസത്തെ സെഷൻ. അത് പ്രാക്ടിക്കൽ ആയിരിക്കും കൂടുതൽ. എൻ്റെ സെഷൻ കൂടുതലും പ്രാക്ടിക്കൽ ആയിരിക്കും. കാര്യം നമ്മൾ തിയറിയൊക്കെ പഠിച്ചവരാണ്, പക്ഷെ പ്രാക്ടിക്കൽ പേഷ്യന്റിന് കൊടുക്കാനായിട്ടുള്ളതായിരിക്കും മെയിൻലി ഐ വിൽ ബി ഡീലിംഗ്. ഫാദർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ സെന്ററിൽ? എൻ്റെ സെന്ററിൽ MSc സൈക്കോ തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള കോളേജാണ്. അണ്ടർ ദ പെരിയാർ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലുള്ള ഒരു കോഴ്സാണ്. 9 ബാച്ച് അവിടെ നിന്ന് പാസ് ഔട്ടായി. അത് 3 മാസം അവിടെ നിന്ന് പഠിക്കണം, 3 സെപ്പറേറ്റ് മാസങ്ങളിൽ.
പിന്നെ ഏതെങ്കിലും സെന്റേഴ്സ് ഇതുപോലെ ട്രെയിനിങ്ങിന് വിളിക്കുകയാണെങ്കിൽ വന്ന് ട്രെയിനിങ് കൊടുക്കും. പിന്നെ കോളേജുകൾ, സ്കൂളുകൾ, ക്ലാസ്സുകൾ ഇതുപോലെ പ്രൊഫഷണൽ ഉള്ളവർക്ക് ഓൾ ഡിപ്പെൻഡിങ്. ഓക്കെ ഫാദർ. ഓക്കെ. ഇനി വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ക്സിലേക്ക് പോകാം. താങ്ക്സ് പറയാനായിട്ട് ജോൺ ബേബി സാറിനോട് ക്ഷണിക്കുകയാണ്. സാറ് ഒരു 2 വാക്ക് സംസാരിക്കും. ജോൺ ബേബി സാർ. യെസ്. പലരും പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അമേസിംഗ് ക്ലാസ്. കാരണം റൈറ്റ് ഫ്രം എ ടു ഇസഡ് ഓഫ് ആങ്സൈറ്റി, അതിന്റെ മോർ ദാൻ ദ തിയറി ഫാദർ വളരെ പ്രാക്ടിക്കലായിട്ട് കേട്ടിരിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിലും, അതുപോലെ എല്ലാ കൗൺസിലേഴ്സിനും എങ്ങനെ ഒരു നല്ല തെറാപ്പി സെഷൻ നടത്താം എന്നുള്ളതിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഫാദർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മൈ ഹേർട്ട് ഫെൽറ്റ് താങ്ക്സ് ടു ഫാദർ. ഫാന്റാസ്റ്റിക് ക്ലാസ്. വി ഓൾ അപ്രീഷിയേറ്റ് and it was really informative and it was really practical. Thank you, Father. Thank you so much. Thank you. നമ്മുടെ KCCT പ്രസിഡന്റിനും ഭാരവാഹികൾക്കും ഇത് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ജോസഫ് സാറിനും എൻ്റെ പ്രത്യേകം നന്ദി പറയട്ടെ. അതുപോലെ ഇന്ന് ഇത്രയും നല്ലൊരു നമ്പേഴ്സിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ നന്ദി. കാരണം ഈ പാർട്ടിസിപ്പേഷനാണ് KCCTന്റെ സ്ട്രെങ്ത്. ഇത്രയും നമ്പേഴ്സ് ഇവിടെ വന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വളരെ അഭിമാനം കൊള്ളാവുന്നതാണ്. വന്നവർക്കെല്ലാം എൻ്റെ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇപ്പൊ സംസാരിക്കാം. മ്യൂട്ടാണ് സാറേ. സാറ് മ്യൂട്ടാണ്. സാറേ ഒരു കാര്യം ഞാൻ വയനാടിന് പോയിരുന്നു കേട്ടോ. ബെഞ്ചമിൻ സാറിന്റെ ക്ലാസ്സിൽ പോയിരുന്നു. മ്യൂട്ട് അല്ല എന്നാണ് പറയുന്നത്. നമുക്കത് മ്യൂട്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സാറ് നമുക്ക് വിൽസൺ സാറേ, സാറിൻ്റെത് മ്യൂട്ടായിട്ടാണ്. സാർ പറയുന്നത് കേൾക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സോറി സാറ് കേൾക്കണില്ല. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഓൺ ദ വേ ആയിരുന്നു കേട്ടത്. കുഞ്ഞിപ്പാലു വിൽസൺ സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുവോ? സാർ ഇത് മ്യൂട്ട് അല്ലെന്നാണ് സാർ പറയുന്നത്. നമുക്ക് കേൾക്കാൻ പറ്റണില്ല. അല്ല, we can't hear you. I think some technical problem. എന്തോ അതിന് ചെയ്യാൻ പറ്റും. PJക്ക് പറ്റും. ജയശ്രീ അത് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് തുറന്നിട്ട് ആ 3 ഡോട്ടുള്ളതിൻ്റെ അകത്ത് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് ജോസഫ് സാറല്ലേ? ജോസഫ് സാർ എനിക്ക് തന്നിട്ടില്ല പെർമിഷൻ. കോഹോസ്റ്റിന് പറ്റും. ആ ജയശ്രീ മാം കോഹോസ്റ്റ് ആണ്. റെക്കോർഡിംഗും കൂടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണേ. സൈജു സാറേ, ഇതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമല്ലോ അല്ലെ? ഞാൻ ഇടും സാർ. ഓക്കെ, അതിന്റെ ഷെയർ ചെയ്തേക്കാം. താങ്ക് യു. എനിക്ക് സ്റ്റാർട്ടിങ് കേൾക്കാൻ കഴിഞ്ഞില്ല, അത് കാരണം കൊണ്ടാണ്. ഓക്കെ, ഗ്രൂപ്പിലിടാം. ഓക്കെ. സെലീന, ഞാൻ പുരുഷോത്തമൻ, ചാലക്കുടി. ഓക്കെ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആരാണ്? റെക്കോർഡിംഗ് സ്റ്റോപ്പ് ജോസഫ് സാറേ. ജോസഫ് സാറാണ് ഹോസ്റ്റ്. അല്ല, ഈ ജയശ്രീ മാമിന് ചെയ്യാൻ പറ്റും.
ജയശ്രീ മാഡം പറ്റും. ജയശ്രീ മാഡം പറ്റും പറ്റും. പറ്റും. താഴെ റെക്കോർഡിംഗ് താഴെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് കൊടുത്താൽ മതി. റെക്കോർഡിംഗ് കാണാൻ പ്രസ് ചെയ്യാം. ജോസഫ് സാറ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. ജോസഫ് സാറ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും.